ചെറുതായിട്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പരിഗണിക്കുന്ന ആളുകൾ ആരുള്ള? നമ്മൾ പരിഗണിക്കുന്ന പോലെ വേറെ ആരും നമ്മളെ പരിഗണിക്കില്ല. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന ഭാഗം തന്നെ നമ്മൾ ഒന്നും കൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മളെ കൃത്യമായിട്ട് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റൊരാൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നത്. നമ്മളെ അനുഭവിക്കുമ്പോൾ ആർക്കും നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കും നമ്മളൊന്നും ചെയ്തു കൊടുക്കണം, എല്ലാം സംഭവിക്കും. അവനവനായിട്ട് കൃത്യമായിട്ട് തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണത്തെയാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും സംഭവിക്കേണ്ട കാരണത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ സാവകാശം സ്ലോ ഡൗൺ ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് റോളില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് വരും. എക്സാക്ട്ലി. ആ തിരിച്ചറിവാണ് ശരിയായിട്ടുള്ള തിരിച്ചറിവ്. എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു, ഇത് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു, കാരണം ഇത് ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ തീരുമാനത്തിൽ ഇത് ഇങ്ങനെ ആയതല്ല, ഇത് ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങ് പറഞ്ഞ പോലെ എൻ്റെ തീരുമാനത്തിലല്ല ഇതെന്നുള്ളത് ഒരു കോമൺ സെൻസുള്ള ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് ഈ വലിയൊരു അറിവോ എക്സ്പീരിയൻസും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ ഇത് ചലിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കണം. നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ നടപ്പിലാവില്ല എന്ന് തന്നെയല്ല, നമുക്കൊരു റോളും ഇല്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വലിയൊരു അറിവോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു കോമൺ സെൻസിൽ, അതായത് നമ്മുടെ ഒരു മിനിമം ഒരു മനുഷ്യൻ്റെ ഒരു സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ സംവിധാനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടണമെന്ന് നമ്മൾ ദേഷ്യപ്പെടേണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ ദേഷ്യപ്പെടില്ല, അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മൾ ദേഷ്യമില്ലാവും. അപ്പോൾ ഏതോ ഒരു ഫോഴ്സിൽ ഈ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കിതിനെക്കുറിച്ച് മനസ്സിലാക്കി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം അല്ലേ? അതായത് വെള്ളം മുകളിൽ നിന്ന് താഴത്തോട്ട് ഒഴുകും, തടഞ്ഞു നിർത്താം നമുക്ക്. പക്ഷെ തടഞ്ഞു നിർത്തുമ്പോൾ ആ തടഞ്ഞ് ബലം പിടിച്ച് നിർത്തിയിരിക്കുക അല്ലേ? വെള്ളത്തിൻ്റെ സ്വഭാവം താഴത്തോട്ട് ഒഴുകുക എന്നുള്ളതാണ് അല്ലേ? ഒരു കല്ല് ഉരുണ്ട് വരുന്ന കല്ല് പിടിച്ചു നിർത്താൻ നോക്കേണ്ട കാര്യമില്ല, അത് ഉരുണ്ട് പോകുന്ന വഴിയേ പോയിക്കോളൂ. അപ്പം ചില കാര്യങ്ങൾ അവർ പറയുന്നതല്ല, അവർ പറഞ്ഞു പോകുന്നതാണ്, അവർ പ്രവർത്തിച്ചു പോകുന്നതാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനുള്ള കഴിവ് മനുഷ്യർക്ക് പൊതുവെ ഇല്ലേ. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള വികാരമായിരിക്കില്ല വാക്കായിട്ട് പുറത്തേക്ക് തന്നെ. വാക്കുകൾ എന്തോ വരും, പക്ഷെ ആളുകൾ ഈ വാക്കിൽ പിടിക്കും. നീ അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ചിലപ്പോൾ വാക്കായിട്ട് പുറത്തേക്ക് വന്നത്. നമ്മുടെ ഉള്ളിൽ സ്നേഹമായിരിക്കും, വെറുപ്പുണ്ടാവില്ല. പക്ഷെ വാക്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ വാക്കിൽ പിടിച്ചു കഴിഞ്ഞു, പിന്നെ പ്രശ്നങ്ങളായി. സത്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇന്നുള്ള ആളുകളുടെ ഇടയിൽ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. കാരണം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ നമ്മളെ മനസ്സിലാക്കില്ല. ഒരു വാക്കെടുത്തിട്ടാണ് ഇയാൾ അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇയാൾ അങ്ങനെ ആയിരിക്കും, അവർ ബാക്കിത്തെ അവർ ഊഹിച്ചു, പിന്നെ പ്രശ്നങ്ങളായി. സത്യത്തിൽ ഈ കമ്മ്യൂണിക്കേഷൻ പോലും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേ പറ്റുള്ളൂ. നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള സത്യം. വളരെ അറിവുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എനിക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാവരും എടുക്കുക, പയ്യെ അങ്ങനെ പറഞ്ഞത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച് എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കണം. ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ നിങ്ങളത് കട്ട് ഓഫ് ചെയ്ത് ആ കാര്യം അവിടെ കട്ട് ഓഫ് ആകണം. അപ്പം തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തെ നമുക്ക് അപ്പം തന്നെ ഒഴിവാക്കാം. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് കേൾക്കണ്ട. ഓക്കെ, അത് കട്ട് ഓഫ് ചെയ്ത് അപ്പം തന്നെ കട്ട് ഓഫ് ചെയ്യുക. അപ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമ്മൾ അറിയുന്നത്. മനസ്സിലായി? അപ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളെ നമ്മളറിയുമ്പോൾ അയാളോട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ശൂന്യതയിലാണ്. നമുക്ക് വേറെ തീരുമാനമൊന്നുമില്ല. നമ്മളൊരു തീരുമാനമില്ലാതെ പൊരുത്തപ്പെടുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ആവശ്യം നടക്കും. മറ്റൊരാളെ നമ്മൾ അംഗീകരിച്ചപ്പോൾ അയാൾക്ക് സഹകരിക്കാനുള്ള താല്പര്യം ഇവിടെ വന്നു കഴിഞ്ഞു. എൻ്റെ തീരുമാനം നിങ്ങൾ കേൾക്കണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്.
എൻ്റെ തീരുമാനമില്ല, അത് കാലത്തിൻ്റെ ഭാഗത്താണ്. നമ്മൾ തിരുത്തുക, നമ്മുടെ തീരുമാനങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ആരൊക്കെ സഹകരിക്കണോ അവരൊക്കെ സഹകരിക്കും. ആരെയും സഹകരിപ്പിക്കാൻ നമ്മൾ നോക്കണ്ട, തനിയെ സഹകരിച്ചോളൂ. ഇതിങ്ങനെ പ്രവർത്തിക്കുന്ന ഭാഗം എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു സാധ്യതയില്ല. നമുക്കൊന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. സാവകാശ തിരിച്ചറിവിലൂടെ എത്തുമ്പോൾ സംഭവാമി യുഗേ യുഗേ, ഇതെല്ലാം സംഭവിക്കാനുള്ള കാരണം ഒന്ന് തന്നെയാണ്. ഇതിങ്ങനെ യുഗങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയും പകലും അതങ്ങനെ തന്നെയല്ലേ ഉള്ളൂ, ഒരു സംശയമില്ല. പിന്നെ നമുക്കെന്താ ഇത്ര സംശയം? ഇത്രയും കാലങ്ങളായിട്ട് രാത്രിയും പകലും കൃത്യമായിട്ട് രാത്രിയും പകലും ചൂടും തണുപ്പും ഭാരമില്ലായ്മയും കൃത്യമായിട്ട് സൂര്യൻ ഉദിക്കുന്നു. വെളുപ്പും ഇരുട്ടും സുഖവും ദുഃഖവും. ഇത് കാണുന്ന ആരാണ്? സുഖം ദുഃഖം കാണുന്ന ഒരാളാണ്, ദുഃഖം കാണുന്ന ഒരാൾ തന്നെ അല്ലേ? എനിക്ക് ദുഃഖമായിരുന്നു, എനിക്ക് സന്തോഷമായിരുന്നു, എനിക്ക് സുഖമായിരുന്നു, എനിക്ക് ഉറക്കം വന്നു, എനിക്ക് വിശപ്പ് വന്നു, ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട്. ഈ ആളൊന്നും സുഖമാകുന്നില്ല, ദുഃഖമാകുന്നില്ല അല്ലേ? അതുകൊണ്ടില്ല അത് മാറിപ്പോകുമ്പോൾ ആൾ മാറുന്നില്ല. എൻ്റെ ശരീരം അല്ലേ? എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് പറയുന്ന ഒരു സംഭവം ശരീരവും അല്ലേ? ഞാനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന ശരീരം. അപ്പം ഞാനായിട്ട് ഉണ്ടാക്കി. അപ്പം ഞാനെന്താ? ശരീരമല്ല, ഞാൻ ശരീരമല്ല. എൻ്റെ എന്ന് പറയുമ്പോൾ അത് ഞാനല്ലാണ്ടായി. അതെ, അപ്പൊ രണ്ടായി. എന്നാൽ ഈ ഞാൻ തന്നെയാണ് ഈ ശരീരത്തിലുള്ളത്. കാരണം ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, എനിക്ക് എടുത്ത് ചേർത്ത് നിർത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ബന്ധമുണ്ടല്ലോ, അല്ലെങ്കിൽ എടുത്ത് വെക്കുകയല്ല, എടുത്ത് ചേർത്ത് വെക്കുകയല്ല. എടുത്ത് ചേർത്ത് വെക്കുമ്പോൾ ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതിലുമുണ്ട്. അവിടെ പൊരുത്തപ്പെട്ട് വരുന്നത്, നമുക്ക് സമാധാനത്തിൽ. എന്നുവെച്ചാൽ സമാധാനം എന്ന് പറയുന്നത് പ്രവർത്തനം കൃത്യമായിട്ട് തുടർച്ചയായിട്ടുള്ള ഭാഗത്താണ് സമാധാനം. സമം, തുല്യം, സർവ്വതുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന, ഒന്നിനെയും എതിർക്കുന്നില്ല. നമ്മൾ എതിർക്കുന്നെന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ നേരിട്ടൊന്നിനെ എതിർക്കുന്നില്ല. എന്താണ്? നമ്മുടെ ഉള്ളിൽ സങ്കല്പം വന്നു. ഉള്ളിൽ സങ്കല്പമാണ് അവൻ ശരിയല്ല എന്നിട്ടല്ല. അവൻ ശരിയല്ല എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള സങ്കല്പമാണ്. ഞാൻ മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കുന്നില്ല. ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്താണെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗം ഉണ്ടാകത്തേയില്ല. സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിരോധിക്കേണ്ട ഭാഗം വരുന്നുള്ളൂ. അനുഭവത്തിൽ ഒരിക്കലും ആരെയും പ്രതിരോധിക്കില്ല, എതിർക്കില്ല. കാരണം അനുഭവത്തിലല്ല. അനുഭവം എന്ന് പറയുമ്പോഴത്തേക്കും സർവ്വതുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നൊരാളാണ്. നൈമിഷികമായിട്ടുള്ള അനുഭവമല്ല. ഒരു സാധാരണമായിട്ടുള്ളൊരു ആൾക്ക്, ഈ വക കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ശ്രദ്ധയിലിരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളെന്ന് പറയുന്ന ഭാഗം ആണല്ലോ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെന്ന് പറയുന്ന അവസ്ഥ എവിടെയാണ്, എങ്ങനെയാണ് ഉള്ളത്, അത് തുടരുക. എല്ലാവരിലും ഒരു നമ്മളുണ്ടല്ലോ, ഒരു ഞാനുണ്ട്. എല്ലാവരിലും എന്തുണ്ട്? അതുണ്ട്. എന്താണ് ഉണ്ടാകേണ്ടത്? അതുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളതല്ലാതെ അത് തുടരാൻ പ്രവൃത്തി. ഭക്ഷണം കഴിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണമെന്ന് തീരുമാനമെടുക്കുമ്പോൾ പ്രശ്നമായി ചെയ്യണം. സമാധാനത്തിൽ. എനിക്ക് പറയാനുള്ള കാര്യം വളരെ സാവകാശം, എപ്പോഴാണെങ്കിലും പറഞ്ഞു തീർക്കാം. പറയണം, ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണം, കേൾപ്പിക്കണം. പറ്റുമോ? പറ്റത്തില്ല. അതായത് നിർബന്ധങ്ങൾ പറ്റില്ല. ഇല്ല, ഇത് നടക്കുന്നു, സംഭവിക്കുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു മരം ആവശ്യമുണ്ടെങ്കിൽ വെട്ടാം എന്ന് പറഞ്ഞ ഒരാൾ വെട്ടുന്നു, ഒരാൾ അടുത്ത ആളെയും വെട്ടുന്നു. അയാൾക്ക് ആവശ്യമുണ്ടായിട്ട് അടുത്ത ആളെ വെട്ടുന്നു. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ മരം വെട്ടുന്നു. നമ്മളാണ് പറഞ്ഞ ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരു മരം വെട്ടി, മറ്റൊരാൾ പറഞ്ഞു എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാനൊരാളെ വെട്ടി. അല്ല, അങ്ങനെയാണ് സംഭവിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ ആവശ്യം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല എൻ്റെ ആവശ്യമാണ് അല്ലേ? അങ്ങനെ എല്ലാവരും ചെയ്യുന്ന അങ്ങനെ
ഒരാളെ കൊള്ളയടിക്കുന്നതും ഒരാൾ മറ്റൊരാൾക്ക് പരോപകാരം ചെയ്യുന്നതും ഇതേ സെയിം തീരുമാനത്തിലാണ്. എൻ്റെ ആവശ്യം മറ്റൊരാളെ ഞാൻ സഹായിക്കുന്നു, മറ്റൊരാളെ ഞാൻ ഉപദ്രവിക്കുന്നു. ഈ ഉപദ്രവിക്കുന്ന ആളും ചെയ്യുന്നത് ശരിയാണ്, സഹായിക്കുന്ന ആളും ചെയ്യുന്നത് ശരിയാണ്. ഒരേ സമയത്ത് ഈ രണ്ടും നടക്കുന്നില്ല അല്ലേ? ഒരു സാധാരണ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ അയാൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? അയാളാണ് ഏറ്റവും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള അവസരമുള്ളത്. കാരണം അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒന്നുമില്ല. ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് കഷ്ടപ്പാടാണ്. ഒന്നുമില്ല, അവനവൻ മാത്രമേ ഉള്ളൂ സുഭിക്ഷമായിട്ട് ജീവിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കണ്ടേ? ഒന്നുമില്ലാത്തവൻ രാജകീയമായിട്ട് ജീവിക്കാം. കാരണം അവന് വേറെ കടപ്പാടുകളൊന്നുമില്ല, അവൻ വേറെ ഒന്നും നോക്കണ്ട. കാരണം അവനെ മാത്രം നോക്കിയാൽ മതി. അന്നൊന്നും വേണ്ട ആഹാരം. അതെ അതെ, കാറിൽ പോകുമ്പോൾ വ്യത്യാസം പറഞ്ഞില്ലേ? ഞാനത് പറഞ്ഞതേ ഒരു അറിവിന്റെ പുറത്ത് എനിക്ക് നമുക്കൊരു കോമൺ സെൻസ് വരുമല്ലോ. ഞാൻ ആലോചിക്കുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ബസ്സിൽ കയറിയിരുന്നാൽ മതി, നമ്മളൊന്നും നോക്കണ്ട, അവരത് കൊണ്ടുപോകും. കാറാകുമ്പോൾ കാറ് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ചുറ്റുപാട്ടം നോക്കിക്കൊണ്ടിരിക്കണം. ആളുകളുടെ മേത്ത് തട്ടുമോ, നമ്മുടെ മേത്ത് അവർ തട്ടുമോ, പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസിൻ്റെ പൈസ ഉണ്ടാക്കണം. കുറച്ച് ദിവസം അവിടെ ഇടുമ്പോൾ പിന്നെ വരുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ഉണ്ടാവില്ല, ബാറ്ററി ഇറങ്ങിപ്പോയിണ്ടാവും, അത് ശരിയാക്കാൻ പോകണം. പിന്നെ എയർ കുറഞ്ഞിട്ടുണ്ടാവും, അതിന് പോകണം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഓട്ടോയെ ഓടുള്ളൂ, പിന്നെ അവിടെ കൊണ്ടുവന്നിടും. പിന്നെ ഇതിൻ്റെ മറ്റേ CC അടയ്ക്കാണ്ടെങ്കിൽ അത് അടയ്ക്കണം. അതെ, നൂറൂട്ടം കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഓരോരോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്നുള്ളത് കൊണ്ടാണ്. ഈ ഒന്നുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങളല്ല, ഒറ്റ കാര്യം എപ്പോഴും. ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഈ നമ്മളൊരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ഈ കാര്യമായിട്ട് എങ്ങനെയാണ് അയാളുടെ ദൈനംദിനത്തിൽ? നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് കുറച്ച് സമയത്തിന് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് നേരെ നിവർന്നിരുന്നിട്ട് ഒന്ന് ഡീപ്പായിട്ടൊന്ന് ശരീരം ഒന്ന് വികസിപ്പിക്കുകയും ചോദിക്കുകയും വാ തുറന്ന് ശ്വാസം പുറത്തോട്ട് കളഞ്ഞ് ദീർഘമായിട്ട് ശ്വാസം എടുക്കുക, എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് ശ്വാസം പുറത്തോട്ട് കളയുക. നട്ടെല്ല് നിവർന്ന് രണ്ട് മുക്കിൽക്കിടെ ഒരുപോലെ ശ്വാസമെടുത്ത് ഇനി പറ. ഈ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നട്ടല് തന്നെ നിവർന്നു. അതെ, ഇനി പറയുന്ന പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പറയാൻ വന്ന കാര്യം എന്താണ്? നിങ്ങളുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധമുള്ള ഭാഗം വന്നു, ഇപ്പം ചെയ്ത പ്രവൃത്തിയായിട്ട് ബന്ധമുള്ള ഭാഗം വന്നു. ഇപ്പം ചെയ്ത പ്രവൃത്തി ഒക്കെ ഞാൻ ഡീപ്പായിട്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ നട്ടല് നിവർന്ന് വരണം. അപ്പൊ നിവർന്ന് വരണ്ട, നിവർന്ന് വന്നോളൂ. ശ്വാസം വലിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നിവരും. അതെ അതെ, അപ്പൊ പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധം വന്ന്. അപ്പൊ നമ്മൾ പ്രവൃത്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കവിടെ സുതാര്യതയുണ്ട് അല്ലേ? കാരണം വ്യക്തമായിട്ട് ഉള്ള ഒരു ഭാഗമായിട്ടുള്ള ബന്ധമാണ് അവിടെ ഉണർന്നു വരുന്നത്, സംശയമില്ലാണ്ടായി. ഇതാണ് ഓക്കെ. ശ്വാസം കൊണ്ടുവരുമ്പോൾ എന്നിൽ ഉണർവുണ്ടാകുന്നു, ശ്വാസം എന്നിൽ ഉണർവുണ്ടാകുന്നു. ഭക്ഷണം, ഒരുപാട് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം രുചിക്കാണ് കഴിക്കുന്നത്, ആവശ്യത്തിനല്ല. ഭക്ഷണം ഭയങ്കര ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുന്നവരൊക്കെ ഭയങ്കര പാടുപെടിയിരിക്കുന്നത്. കാരണം ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞത് അത് നമുക്ക് വായിൽ നാവ് വെക്കുമ്പോൾ മാത്രമേ രുചിയുള്ളൂ, ചവച്ച് കഴിയുമ്പോൾ രുചി ഉണ്ടാകത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വെട്ടി വീഴുന്നാന്ന് പറയും. കാരണം രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്നവരാണ് ആർത്തിയോട് ആഹാരം കഴിക്കുന്നത്. ദഹിക്കുമോ? ദഹിക്കത്തില്ല. കാരണം അല്പനേരം വായി വെച്ച് ചവച്ചരച്ച് കഴിഞ്ഞാൽ രുചി തീരും, പക്ഷെ അത് ചെയ്യത്തില്ല. കാരണം അവർക്ക് വേണ്ടതെന്നാണ്, ആ രുചിയാണ് വേണ്ടത്. അവർ രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ വാരി വലിച്ച് അവർ കഴിക്കും. എന്ത് സംഭവിക്കും? കാരണം ഈ ഒരു അനുഭവം വ്യത്യസ്തമായിട്ട് വന്ന അനുഭവമാണ്. അതുകൊണ്ട്
ഒരിക്കലും സ്ഥിരത ഉണ്ടാകത്തില്ല. ആരെന്ത് പറഞ്ഞാലും അതൊന്നും ഗവനിക്കത്തില്ല, ആരെയും ഗവനിക്കത്തില്ല. കാരണം ഇവന് സുഖം അനുഭവിക്കാൻ വേണ്ടി, രുചി അനുഭവിക്കാൻ വേണ്ടി ഓട്ടോ പാച്ചില്ല. സ്ഥിരത ഒരിക്കലും ഉണ്ടാകത്തില്ല, സമാധാനം ഉണ്ടാകത്തില്ല. മിക്ക പ്രശ്നവും ഭക്ഷണത്തിൽ നിന്നാണ്. കാരണം അരമണിക്കൂറേ ഉള്ളൂ, ഭക്ഷണം കഴിച്ചിട്ട് ഓടണമെന്നേ. ഞാൻ വാക്ക് കൊടുത്തിരിക്കണം. എൻ്റെ വാക്കിനാണ് എന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം. കാരണം മറ്റൊരുത്തിന് എന്നെ മാനിക്കണമല്ല, ഞാൻ എന്നെ മാനിക്കുന്നുണ്ടെങ്കിൽ സമാധാനം. അവിടെയാണ് നമ്മൾ വേറിട്ടുള്ള നമുക്ക് കാണാൻ കൊള്ളാവുന്ന കുറേ കാര്യങ്ങൾ, എന്ത് നല്ല സീനറി, എന്ത് നല്ല പ്രവൃത്തി, ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ശ്രദ്ധ മാറ്റണം. എന്നിട്ട് നമ്മളിൽ അനുഭവത്തെ ശ്രദ്ധിക്കണം, അനുഭവത്തെ ശ്രദ്ധിക്കാൻ സാധിക്കണം. ഞാൻ എന്ത് അനുഭവമാണ് ഉണ്ടാക്കുന്നത്? ഞാൻ ആണ് അനുഭവം ഉണ്ടാക്കുന്നത്. ഞാൻ എന്തനുഭവത്തെ ഉണ്ടാക്കുന്നു? ശ്വാസം കൊണ്ട് ഞാൻ അനുഭവത്തെ ഉണ്ടാക്കുന്നു, അല്ലേ? ശ്വാസം കൊണ്ടുണ്ടാക്കുന്ന അനുഭവം നട്ടെല്ല് നിവർന്നു വരും, സുഷുമ്ന നാഡി ശരീരത്തിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ശാരീരികവും അല്ലെങ്കിൽ മാനസികവും ശാരീരികവും ആത്മീയമായിട്ടുള്ള തലങ്ങൾ ഒത്തൊരുമിച്ച് വരും, സങ്കല്പങ്ങൾ അസ്തമിക്കും. എല്ലാവരും ഉള്ളിൽ ചിലവൊന്നുമില്ല, ഒരു കഷ്ടപ്പാടില്ല സമാധാനത്തിൽ ജീവിക്കുന്നതാണ്. കാരണം നമ്മൾ സമ്പാദിക്കും തോറും സമ്പാദിക്കുന്ന അതെന്താണോ അതിനെയായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഞാൻ പ്രവർത്തിച്ചിട്ട് ഉണ്ടായതാണ്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു, എൻ്റെ കുഞ്ഞാണ്, അല്ലേ? സമ്പർക്കത്തിലുണ്ടായതാണ്. അപ്പോൾ സമ്പർക്കത്തിൽ പലതും ഉണ്ടാവും, കുട്ടി മാത്രമല്ല പലതും ഉണ്ടാവും. സൂക്ഷിക്കണം, മറ്റൊന്നും ഉണ്ടാകരുത്. നമ്മൾ റോഡ് നടന്നു പോകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ക്ഷീണം. കാരണം എന്താ? പലതും നമ്മളിലുണ്ടായി, ഇതാരും അറിയുന്നില്ല. ഒന്നും ഉണ്ടാകാതെ നമ്മൾ യാത്ര ചെയ്ത് ഒന്നും ഉണ്ടാകണല്ലോ. യാത്ര തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? യാതൊരു ശ്രദ്ധയിലൂടെ പോകുമ്പോൾ ഒന്നും ഇല്ലാണ്ടിരിക്കും, ഒന്നും ഉണ്ടാകാതിരിക്കും. നമ്മൾ തന്നെ, ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥ കൃത്യമായിട്ട് അനുഭവിച്ചിരിക്കുന്നിടത്തുണ്ടാവും ക്ഷീണം. അപ്പോഴപ്പോൾ വരുന്ന ക്ഷീണത്തെ അപ്പോഴപ്പോൾ ഒഴിവാക്കി ക്ഷീണം വരരുത്. ക്ഷീണം വരാതെ സാവകാശം പ്രവർത്തിക്കുക. ക്ഷീണമില്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. ക്ഷീണമെന്ന് പറയുന്നത് ശരീരത്തിൽ എവിടെയോ മർദ്ദം, രക്തത്തിൻ്റെ ചംക്രമണം തടസ്സപ്പെട്ട് ശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു, അതാണ് ക്ഷീണം. ക്ഷീണമില്ലാതെ പ്രവർത്തിച്ച് നോക്കിയിട്ട് സാവകാശം ചെറുപ്പമായിക്കൊണ്ടിരിക്കും. ഉന്മേഷം കൂടും, ആശ്വാസം, സാവകാശം. വേറൊന്നും വേണ്ട. വിദ്യാഭ്യാസം നമ്മളുടെ തെളിച്ചത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. വിദ്യ മനസ്സിലായി. പ്രതികൂല സാഹചര്യത്തിൽ പെട്ടുപോകാതെ നിരന്തരം അനുഭവത്തിൽ തുടരുന്നതാണ് വിദ്യാഭ്യാസം. ആശ്വാസം. ഓരോ നിമിഷവും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ, ശരീരത്തിൽ രക്തത്തിൻ്റെ ചംക്രമണം. നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നിലനിർത്താൻ പറ്റും. എക്സ്പാൻഷൻ കോൺട്രാക്ഷനാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മളെ നിലനിർത്തുന്ന അവസ്ഥയുള്ള ബന്ധത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഇത് വിട്ടിട്ട് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാവുമോ? ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇതിലിരുന്നിട്ട് എന്ത് പറയണമെന്ന് ഞാൻ പോലും തീരുമാനിക്കണ്ട. ഇതിലിരിക്കുമ്പോൾ നമുക്ക് ഇത് ശ്രദ്ധിക്കുമ്പോൾ പണി വരില്ല, പണി വരുമ്പോൾ ഇത് സത്തവും വേണ്ട. പണിക്കല്ല പ്രാധാന്യം, ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഭാഗത്താണ്. ജീവിക്കുന്ന ഭാഗത്ത് തുടർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യാനായിട്ട് ഞാൻ നോക്കുമ്പോഴൊക്കെ എനിക്ക് ശ്രദ്ധ പോകും, ജോലി മാത്രം പോകും. ജോലി ശ്രദ്ധിക്കണമെങ്കിൽ ജോലി ചെയ്യാതിരിക്കണം. ജോലി ചെയ്യാതെ ചെയ്യുന്നതെന്തോ അതാണ് ശരിക്കുള്ള ജോലി. ജോലി ചെയ്യാതെ, ജോലിയെല്ലാം നിർത്തിവെച്ച് എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ആദ്യത്തെ ജോലി എന്താണ്? നിങ്ങളായിട്ടിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. ആ ജോലിയുടെ തുടർച്ചയിൽ വേണ്ട സർവ്വകാര്യങ്ങൾ ഈ അനുഭവത്തിലിരിക്കുമ്പോൾ, അനുഭവത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ജോലി ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും അതോട്ട് ചേർന്ന് ഉണർന്നു വരും. നമ്മൾ നിവർന്നിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും? നട്ടെല്ല് വളഞ്ഞാലിരിക്കണമെങ്കിൽ അതിനകത്തുകൂടെ സുഷുമ്ന നാഡി തലച്ചോറുമായിട്ട് ശരീരത്തെ ബന്ധിക്കുന്ന, ശരീരത്തിൻ്റെ
സർവ്വ കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുപോകുന്നത് ഈ സുഷുമ്ന നാഡിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ വളച്ചു വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിലോട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും പ്രശ്നമാണ്. ഞാൻ എങ്ങനെ ഇരിക്കുന്നെന്ന് പോലും ഞാൻ അറിയുന്നില്ല. ഞാൻ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കണം, അങ്ങനെ തന്നെ പോകും. നിവർന്നിരിക്കണമെങ്കിൽ ആകാശമായിട്ടുള്ള ബന്ധം വേണം, സങ്കല്പം മാറണം. സങ്കല്പം വരുമ്പോൾ നിവർന്നിരിക്കാൻ പറ്റത്തില്ല. സങ്കല്പം ഒഴിച്ച് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജോലി ശരിക്കും എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മളിത് ആശ്വാസത്തിൽ ചെയ്തു പോകുന്ന ഭാഗത്തായിരിക്കണം. ഇത് ചെയ്തുകൊണ്ട് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം, അല്ലേ? സംസാരം നടക്കുന്നുണ്ട്, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. അവിടെയാണ് സംശയമല്ലേ, ശ്രദ്ധയോട് കൂടിയിട്ട് ഇരിക്കുകയും. അതെ, ഇത് പ്രവർത്തിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് നിലക്കുന്നില്ലല്ലോ, ഉണ്ടാ, ഞാൻ സംസാരിക്കുന്നില്ലേ? അത് നിലച്ചാൽ നമ്മൾ ഇല്ലാണ്ട്. അതെ, അപ്പം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതൊഴിവാക്കിയിട്ട് സംസാരിക്കുന്ന കാര്യത്തിനാണ് മുൻതൂക്കം. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഞാനാകാനുള്ള കാരണം എന്താണോ അതുമായിട്ടുള്ള ബന്ധത്തിലല്ലേ ശ്രദ്ധ അനുഭവത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് ചെയ്യാം. ആഹാ, ഇതല്ലേ നമ്മളാക്കിയത്. ആശ്വാസം. നിവർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൽ രക്തത്തിൻ്റെ ചംക്രമണം. അങ്ങ് ചെറുപ്പകാലങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ചിന്തകൾ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇങ്ങനത്തെ ഈ ഒരു എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്നുള്ള കാര്യം വന്നതൊക്കെ ചെറുപ്പത്തിൽ വന്ന അങ്ങനത്തെ അനുഭവത്തിൽ വന്നോ? ചെറുപ്പം എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തലത്തെ അനുഭവിക്കുന്നതാണ് ചെറുപ്പം, അല്ലാതെ വേറെ ചെറുപ്പമില്ല. ഇപ്പം ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥ അതാണ് ചെറുപ്പം, അതാണ് ശൈശവം. അല്ലാതെ 10-50 വർഷം മുമ്പല്ല, അത് ചെറുപ്പമല്ല. ഇപ്പോഴെന്താണ് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അനുഭവം? അവിടെ ചെറുപ്പമുണ്ട്, വാർദ്ധക്യമുണ്ട്. ആ ചെറുപ്പം ആ ചെറുപ്പത്തിൽ നിന്ന് മാറി കാലത്തിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ ശരീരം വന്ന് അതിന് വാർദ്ധക്യം വന്ന് അത് മരിച്ചും പോകുന്നു. ആ പോട്ടെ, പക്ഷെ ചെറുപ്പം വീണ്ടും ഉണ്ട്. കാരണം ആകാശമായിട്ടുള്ള ബന്ധത്തിലെ ചെറുപ്പം, അല്ലേ? ശൂന്യതയിൽ നിന്നാണ് ചെറുപ്പം. ശൂന്യതയായിട്ടുള്ള ബന്ധം ഒരിക്കലും തീരുന്നില്ല. ശൂന്യതയുള്ള ബന്ധം എന്നുമുണ്ട്. അപ്പോൾ ചെറുപ്പം എന്നുമുണ്ട്. ചെറുപ്പം ഒരിക്കലും പോകുന്നില്ല. ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങുന്നതല്ല, ചെറുപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആവേശമില്ല. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയേ സംഭവിക്കത്തുള്ളൂ. വേറെ മാറിട്ട് സംഭവിക്കാനുള്ള യാതൊരു ഇത് എന്നും ഇങ്ങനെ എത്ര കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ അല്ലേ? നമുക്ക് അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, ഇവരെല്ലാവരും ഇതേ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. എൻ്റെ പൂർവീരെന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവീരെന്ന് പറയാം. അതുകൊണ്ട് എൻ്റെ മാത്രം പൂർവീര്, നിങ്ങളുടെ വേറെ പൂർവീര്, അങ്ങനെ ഇല്ലല്ല. നമ്മുടെ പൂർവീര്. എൻ്റെ അച്ഛൻ കേമൻ, നിങ്ങളുടെ അച്ഛൻ കേമൻ അല്ല, അങ്ങനെ ആവുക ഇല്ല. എല്ലാവർക്കും മാതാപിതാക്കൾ ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും മാതാപിതാക്കൾ ഒന്ന് തന്നെയാണ്. അല്ലാണ്ട് എൻ്റെ അച്ഛൻ നിങ്ങൾക്കറിയാൻ പോലെ എൻ്റെ അച്ഛനുണ്ടല്ലോ നമ്പർ 1, എല്ലാവർക്കും അവരുടെ അച്ഛൻ നമ്പർ 1 അല്ലേ? അവരുടെ അമ്മ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും അവിടെയാണ് ആ പൊരുത്തം വരുന്നത്. എൻ്റെ അമ്മ പോലെ തന്നെയാണ് നിങ്ങൾക്കും അമ്മ. ആ അമ്മയായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ബഹുമാനിക്കാൻ പരസ്പരം. ഞാൻ എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ബഹുമാനിക്കുന്നല്ലേ? എനിക്ക് എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ട് എന്താണ് അനുഭവം? നല്ല അനുഭവമാണ്. അപ്പോൾ ആ നല്ല അനുഭവത്തിൽ സഹകരിച്ചാൽ പോലെ നിങ്ങൾക്കും അമ്മയില്ലേ? അമ്മയായിട്ടുള്ള ബന്ധം അതും വളരെ മനോഹരമായിട്ടുള്ള ബന്ധമല്ലേ? ആ ബന്ധത്തിൽ നിൽക്കുന്നവൻ ആ ബന്ധം നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? സത്യവുമായിട്ടുള്ള ബന്ധം അത് നല്ലതാണെങ്കിൽ സത്യമായിട്ടുള്ള ബന്ധത്തിലാകണ്ടേ എല്ലായ്പ്പോഴും?
ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. സത്യമായിട്ടുള്ള ബന്ധം, അമ്മയായിട്ടുള്ള ബന്ധം അനശ്വരമാണെങ്കിൽ അതെ, ആ ബന്ധത്തെ ആയിരിക്കും എല്ലാവരുമായിട്ട്. എല്ലാവരിലും അമ്മയെ കാണുന്നു. കാണാൻ പറ്റില്ല. അപ്പം അമ്മയെ ശരിയായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. മനസ്സിലായോ? വീട്ടിലുള്ള അമ്മയായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ അതാണ് ശരിക്കും മാതാപിതാ ഗുരു ദൈവം. ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പക്കാ സിമ്പിളാണ്. കാരണം ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. 1000 വർഷം മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ, അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാവുക. അല്ലേ സംഭവാമി യുഗേ യുഗേ സനാതനം നിത്യം ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അനുഭവിക്കാൻ എളുപ്പമാണ്. കാരണം അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും അനുഭവത്തിൽ നിന്ന് തെന്നിപ്പോകും. അനുഭവത്തിൽ നിന്ന് തെന്നിപ്പോകില്ല, അനുഭവത്തിൽ എത്തിയിട്ടില്ല ശ്രദ്ധ, അത്രേ ഉള്ളൂ. കാരണം അനുഭവം ഉള്ളത് കൊണ്ടാണ് എഴുന്നേറ്റ് നടക്കുന്നത്. ആര് തെന്നിപ്പോയിട്ട് ആളുണ്ടല്ലോ അവിടെ, അല്ലേ? അനുഭവത്തിൽ നിന്ന് തെന്നിപ്പോകുമ്പോഴും ആളുണ്ട്, ആളില്ലാണ്ടാകുന്നില്ല. അപ്പം ഈ അനുഭവമുണ്ട്, അനുഭവത്തിലോട്ട് ശ്രദ്ധ വരുന്നില്ല. അതെ, അനുഭവത്തോട് ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം നമ്മളിലുള്ളത് ശ്വാസമൊക്കെ നിരന്തരമായിട്ടുണ്ട്. ഭക്ഷണം വല്ലപ്പോഴും കൂടി കഴിക്കുന്നു, അമ്മയും അച്ഛനെയും വല്ലപ്പോഴും കൂടി കാണുന്നു, പല കാര്യങ്ങളും വല്ലപ്പോഴും കൂടി ചെയ്യുന്നു. പക്ഷേ ശ്വാസം നിരന്തരമുണ്ട്. ശ്വാസം തെന്നിപ്പോകുന്നില്ല. അപ്പോൾ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ തെന്നിപ്പോകാത്ത അനുഭവത്തെ കാണും. അവിടെ സ്ഥിരത വന്ന് കാര്യം എളുപ്പമാണ്, എല്ലാവർക്കും ആകാവുന്നത്. ഇനി ഗുരുവിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമേ ഉള്ളൂ, അല്ലേ? മറ്റൊരാളുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങളായിട്ടിരിക്കുന്ന ഭാഗം കാണുമ്പോൾ ഇവിടെയുള്ള സർവ്വതുമായിട്ട് സഹകരിക്കാം. ഇവിടെയുള്ള സർവ്വതുമായിട്ട് സഹകരിക്കാം, അല്ല? അത്രയല്ലേ ഉള്ളൂ. ഒന്നിനെ നമുക്ക് അങ്ങനെ ആകാൻ പാടില്ലെന്ന് പറയേണ്ട കാര്യമില്ല. ഞാൻ കാരണമാണ് അത് എന്ന് പറയേണ്ട കാര്യമില്ല. അത് കാരണമാണ് ഞാനെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ കാരണമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുക. പക്ഷെ ഈ അനുഭവം ഉള്ള ആളുകൾ, നമ്മൾ ഗുരുവിന് പ്രാധാന്യമില്ല എന്ന് പറയുമ്പോഴും ആ ഒരു ഇതാണ് നമുക്കും അതിനുള്ള ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ചോദന, അറിയണം എന്നുള്ളൊരാഗ്രഹം വരുന്നത്. ഈ ഒരു സമ്പർക്കം, അറിവുള്ള ആ ഒരു ബോധത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളായിട്ടുള്ള ഒരു സമ്പർക്കം, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, അതൊക്കെയാണ് നമ്മളിൽ ഒരു ആവേശവും അല്ലെങ്കിൽ ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം അത് നമുക്കത് നിർബന്ധം എന്ന് പറയാനില്ലെങ്കിലും അതൊരു ആവശ്യമാണ്. അപ്പം ആ വാക്ക് ഗുരു എന്നുള്ളൊരു വാക്കിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്ക് ഇട്ട് തുടങ്ങിയാൽ വേറെ ഏതെങ്കിലും വാക്കിൽ വിളിക്കുമായിരിക്കും. അത് ഒരു അതെ. അപ്പോൾ നമുക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. വെള്ളം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. പറ്റത്തില്ല. അപ്പോൾ ഒഴിവാക്കാൻ പറ്റാതെ നമ്മളെ നിലനിർത്തുന്ന ഒന്നാണ് ഭക്ഷണവും വെള്ളവും. ഇത് ഗുരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ, ഇനി അത് വേണമെങ്കിൽ എന്നുള്ള ഭാഗം മാറ്റിയിട്ട് ഭക്ഷണമാണ് എന്നെ നേരെ നിർത്തുന്നത്, എൻ്റെ ശരീരം മുഴുവനും ഭക്ഷണമാണ്. അപ്പൊ ഗുരുത്വം, ഭക്ഷണം മര്യാദക്ക് കഴിച്ചപ്പോഴല്ലേ ഗുരുത്വം. ഈ ഭക്ഷണം ദഹിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗുരുത്വവും ഇല്ല. ആരെ അന്വേഷിക്കാൻ പറ്റും? അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തിലെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മളില്ല. അതെ. അപ്പൊ മിസ്റ്റേക്ക് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുന്ന ആരാണ്? അവനവൻ തന്നെ, മറ്റാളില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കയറാതെ കൃത്യമായിട്ട് കഴിച്ച് ദഹിച്ചോ ഇല്ലെന്ന് പരിശോധിക്കാൻ നിങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ ഗുരു. ഗുരു ശിഷ്യനെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ട്. സർവ്വതും അവനുണ്ട്. ഇത് എന്നിലില്ല, മറ്റൊരാളിലുണ്ടെന്നുള്ള തോന്നൽ വരുമ്പോൾ തന്നെ ഞാൻ എന്നെ അവഗണിച്ചല്ലേ. മറ്റൊരാൾ ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ ഞാൻ ശ്രേഷ്ഠനല്ലെന്നുള്ള ഭാഷ അവിടെ ഉണ്ട്. അങ്ങനെ വന്നു പറഞ്ഞില്ലെങ്കിലും. അതെ. അപ്പൊ എന്നിലും സംഭവിക്കുന്നത് എല്ലാരെയും ഒരുപോലെ കാണുമ്പോൾ അവിടെ തീർന്നു. മനസ്സിലായോ? ഇത് ഒരു വ്യക്തിനെ തന്നെ ഗുരുവായിട്ട് ഇത് ഇയാളെ ഗുരുവാക്കാൻ പറ്റുന്ന നമ്മളെന്നെ സെലക്ട് ഞാനാണ് യോഗ്യത കൊടുക്കുന്നത്. എനിക്ക് ശരിയല്ല, പൂർണ്ണതയല്ല. അതായത് ഇതിന്റെ രസകരമായിട്ടുള്ള ഭാഗം എന്താണ്? ഞാൻ ശരിയല്ല, പക്ഷെ എൻ്റെ ഗുരു ശരിയാണ്. ശരിയല്ലാത്ത ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക?
അല്ലേ? മറ്റാളെ നോക്കിയിട്ട് അത് ശരിയാണ്, ഞാൻ ശരിയല്ല. എന്നിൽ ശരിയുള്ളത് കൊണ്ടല്ലേ ഞാൻ നിലനിൽക്കുന്നത്. എന്നിലെ ശരിയാണ് എന്നെ നടത്തിക്കുന്നത്. അപ്പം എന്നെ നടത്തിക്കാൻ കാരണമായിട്ടുള്ള എന്തോ അതാണ് ഗുരു എന്ന്. ഗുരുവിനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇല്ലില്ല, ഗുരുവിനെ തന്നെ വേണം. അല്ല, അതിന് ഈശ്വരനെന്നോ ഞാനെന്നോ ആത്മാവെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഇത് അനുഭവിക്കേണ്ടത് അതിൽ മാറ്റമില്ല. പേരെന്ത് വേണേലും വിളിക്കാം, പിശാചെന്നും വിളിക്കാം, പക്ഷെ അനുഭവിക്കേണ്ടത് ഇത് തന്നെയാണ് അല്ലേ? പിശാചെന്ന് വിളിച്ചാൽ നമ്മുടെ നല്ല അനുഭവം, ഞാൻ പിശാചിനെയാണ് ആശ്രയിക്കുന്നത്, അപ്പോഴും അനുഭവം ഇത് തന്നെയല്ലേ? പിശാചെന്ന് പറഞ്ഞപ്പോഴത്തേക്കൊണ്ട് എൻ്റെ അനുഭവം മാറിയ ഇല്ല, സാത്താനെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, അപ്പോഴും അനുഭവം തന്നെ. വാക്കിലൊരു കാര്യമില്ലെന്ന് ഇത്ര അറിവില്ലെങ്കിൽ മനസ്സിലാക്കി. അല്ല, ഉള്ള അറിവേ ഉള്ളു. ഇത്ര അറിവെന്ന് പറഞ്ഞൊരു അറിവില്ല. നിങ്ങൾക്കും അറിവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള അറിവേ ഉള്ളൂ. ആർക്കും അറിവിൽ കൂടുതലോ കുറവോ സാധ്യമല്ല. അറിവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത്ര അറിവെന്ന് പറഞ്ഞൊരു അറിവില്ല. നിങ്ങൾ അറിയേണ്ട കാര്യം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അറിവിലൊരിക്കലും കൂടുതലും ഇല്ല, കുറവുമില്ല. ഇല്ല, നടക്കത്തില്ല. മനസ്സിലായി? അറിവിൽ കൂടുതലും ഇല്ല, കുറവില്ല. ഒരു വ്യക്തിക്ക് അറിയാനുള്ളത് എന്താണോ അത് മാത്രമേ വ്യക്തിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിനോട് കൂടുതൽ അറിവുള്ളവൻ, കുറച്ച് അറിവുള്ളവൻ, അങ്ങനെ ഒരു ഭാഗമില്ല. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുന്ന അറിവ് അത് നിങ്ങളെ കൊണ്ട് സാധ്യമാകത്തുള്ളൂ. അതെ, എന്തോ അറിവുണ്ടെന്നുള്ള മിഥ്യ. അതെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അറിവിലെല്ലാവരും ഒരു ഉറുമ്പിൻ്റെ അറിവ്, അതുകൊണ്ടല്ലേ ഉറുമ്പ് ഉറുമ്പായിട്ടിരിക്കണത്. ഉറുമ്പായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഉറുമ്പിൻ്റെ അറിവാണ്. അവിടെ നമ്മളുടെ അറിവാണ്, അവനവൻ്റെ അറിവാണ്. അതുകൊണ്ടല്ലേ നമുക്ക് പരസ്പരം സഹകരിക്കാൻ പറ്റുന്നത്. എല്ലാവരിലും അറിവുള്ളത് ഒന്ന് തന്നെ. എന്തോ അറിവുണ്ടെന്ന് തോന്നുന്നവൻ, അവൻ സത്യത്തിൽ അവൻ്റെ അറിവില്ലായ്മ. ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഒന്നും പറയാനില്ല. മിണ്ടാതെ ഇരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞ എന്ത് പറയും? അതെ, നമ്മളിപ്പോ എന്ത് പറയും? ഞാൻ ആലോചിക്കും. അതെ അതെ അതെ, നമുക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അതാണ് സംഭവാമി യുഗേ യുഗേ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, കാര്യങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ വാക്കിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അപ്പൊ എന്ത് പറയാനാ? അതാണ് ശരിക്കുമുള്ള ജീവിതം. ഒന്നും പറയാനില്ല. എന്നിട്ടും നമ്മൾ പറയുന്നു. എങ്ങനെ പറയുന്നു? യാതൊരു കാര്യമില്ലാതെ സംസാരിക്കുന്നു. ഒന്നും ഊന്നി പറയുന്നില്ല. മനസ്സിലായി? ഒന്നിനും അമിത സ്ഥാനം കൊടുക്കുന്നില്ല. നമ്മുടെ സന്തോഷത്തിന് സംസാരിക്കുന്നു. എക്സാക്ട്ലി, ഇത് അത്രേ ഉള്ളൂ. പരമാനന്ദത്തിന് എല്ലാവരും കൂടെ ചേർന്നിരിക്കാൻ. ശബ്ദം കൊണ്ട് ചേരുന്നുണ്ടെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ശബ്ദം കൊണ്ട്, നോട്ടം കൊണ്ട്, ഒരു കാര്യം കൊടുത്തുകൊണ്ട് ചേരുന്നുണ്ടെങ്കിൽ കൊടുക്കാം, എടുക്കാം, അല്ലേ? ഒന്ന് മിണ്ടി, ഒന്ന് തലോടി, അതുകൊണ്ട് ചേരുന്നുണ്ടെങ്കിൽ മതി, അല്ലേ? ഒന്ന് തൊട്ട് സ്പർശിച്ചു, അതുകൊണ്ട് അവിടെ ചേർച്ച വരുന്നുണ്ടെങ്കിൽ ആകാം. ശബ്ദിച്ചു, സംസാരിച്ചു, ഒരു പാട്ട് പാടി, അതുകൊണ്ട് ചേർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആകാം. ഭക്ഷണം കഴിച്ചതുകൊണ്ട് ചേർച്ച ഉണ്ടാകുന്നു, കഴിക്കുന്നു, അല്ലേ? ഒരുമിക്കുന്നു, അല്ലേ? എല്ലായിടത്തും സംഭവിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സംഭവിക്കാനില്ല. എത്ര കോടിക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടും എല്ലാവരും രാത്രിയും പകലും സൂര്യനുണ്ട് ചന്ദ്രനുണ്ടെന്നൊക്കെ പറഞ്ഞ കഥകളാണല്ലേ? ചന്ദ്രനെ സൂര്യനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കഥയിലില്ല. എല്ലാ കഥയിലും ചന്ദ്രനും സൂര്യനും ഒക്കെ ഉണ്ട്. അന്നും ഇന്നും എന്നും നമ്മൾ അന്നൊന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ, നാളെയും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ സങ്കല്പത്തിലാണ്. ഇന്നലെ ഏതാണ് ഇന്നലെ? ആർക്കെങ്കിലും പറയാം ഇന്നലെ? നമ്മൾ തന്നെ വരച്ച് ലൈനുണ്ടാക്കി ഇന്നത്തെ ഡേറ്റ് പറഞ്ഞ് നമ്മൾ ഊഹിച്ച് എന്നിട്ട് അതിൻ്റെ പേരിൽ സങ്കല്പത്തിൽ കിടന്ന് കുഴയുന്നു. അനുഭവത്തിൽ ഒരു കുഴച്ചിലില്ല. ഇതിങ്ങനെ തന്നെ. ആഹാ, ഇതെല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ. നമ്മളിത് മറ്റൊരാളോട് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് കഷ്ടപ്പെടാവുന്നത്. ശ്രമിക്കണ്ട, ആസ്വദിക്കുക, എത്തിക്കോളും. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നു. വീഡിയോ ഇട്ടുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടത്. അതെ, അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി. നമ്മൾ ചെറുപ്പം തൊട്ട് പല കഥകൾ കേൾക്കണം, പലതും വായിക്കണം, പല പല ആളുകൾ സംസാരിക്കണം. എനിക്ക് ഇന്ന് വരെ അനുഭവത്തിലൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ
ഈ പലതും കേട്ടു, പലതും പറഞ്ഞു, പല ആളുകളും പറഞ്ഞു തന്നിട്ടുണ്ട്, കേട്ടു. പക്ഷെ ഈ സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറയണമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അനുഭവത്തിലില്ല. അനുഭവിച്ചുകൊണ്ട് പറയുകയാണെങ്കിലല്ലേ ആത്മാർത്ഥമായിട്ട് പറയുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കേട്ടതും കണ്ടതും നമ്മൾ ഊഹിച്ചതും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ കോമൺ സെൻസ് എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇപ്പം ഇതൊക്കെ ഒരു നമ്മളെ കൂടെ ജീവിക്കുന്ന ഒരു ജീവി വിശപ്പ് ഇല്ലാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലല്ലോ, നമുക്കൊരു തൃപ്തിയോ സന്തോഷം തരില്ലല്ലോ. അതൊരു കോമൺ സെൻസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കണേ. നമ്മുടെ കൂടെ എന്തെങ്കിലും ഉണ്ട്, ഒരു ജീവിയുണ്ട്, ഒരു പൂച്ചയുണ്ട്, നമ്മളിവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പൂച്ച ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ദുഃഖം ഇല്ലേ, ഒരു വിഷമം. അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷവും. അതിപ്പോൾ ഒരു അറിവിൻ്റെ കാര്യമല്ലല്ലോ, അതൊരു കോമൺ സെൻസിൻ്റെ കാര്യമല്ലേ. അപ്പം ആ നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ സംസാരിക്കാനായിട്ട് സത്യത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് അനുഭവമില്ല. അല്ല, ഇത് തന്നെ ആത്മാർത്ഥമായിട്ട് സംസാരിച്ചാൽ മതി. ഈ പറയുന്നത് തന്നെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഇന്ന് സൂക്ഷ്മ തലങ്ങൾ ഉണർന്നു വരും. ഇത് തന്നെ സത്യസന്ധമായിട്ട് തുടരുമ്പോൾ, ആവർത്തിക്കുമ്പോൾ, കാരണം ഇത് ആവർത്തനത്തിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, ഇത് തന്നെ ആവർത്തിച്ച് സ്ഥിരമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ചും കൂടി ഓക്കെ ഇതിങ്ങനെയാണ്, കുറച്ചും കൂടി ഇങ്ങനെയാണ്, വ്യക്തത കൂടി വരും. നമ്മൾ കേട്ട കഥകളും വായിച്ച കാര്യങ്ങളും പല ആളുകൾ പറഞ്ഞതും അതിലൊക്കെ കുറച്ചൊക്കെ ഒരു കുറച്ച് എന്തെങ്കിലും കാതലുണ്ട് അല്ലെങ്കിൽ അർത്ഥമുണ്ടെന്ന് തോന്നിയ ഒരു കാര്യത്തിൽ നിന്നാണ് ഇവിടെ ഞാൻ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ദൈവം, ക്രിസ്തു, കൃഷ്ണൻ, ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു അറിവ് എനിക്ക് ബുദ്ധിയിൽ കിട്ടിയിട്ടുണ്ട്, അനുഭവത്തിലില്ല. അതായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്മസിന് ക്രിസ്തുവിനെ കാണാൻ വരുന്നത് പോലെയാണ് ഞാനിവിടെ തന്നെ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നല്ല അത്, ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത്രയും നാൾ കേട്ടതും കണ്ടതും വായിച്ചതും പഠിച്ചതും പലരും പറഞ്ഞതും ഒക്കെ, ഇപ്പോൾ ഗീത, ബൈബിള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ആളായിരുന്നു ഈ ക്രിസ്തു. ആളുകൾ അദ്ദേഹത്തിനെ അദ്ദേഹം പറഞ്ഞതൊക്കെ മനസ്സിലാക്കാൻ പറ്റാതെ അദ്ദേഹത്തെ ക്രൂശിച്ചു കൊന്നു. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഈ ക്രിസ്തു പോന്നാലും അദ്ദേഹത്തിനെ സാധ്യത കൂടുതൽ. ഈ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ഇത് ഉൾക്കൊള്ളാൻ, കാരണം അവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഇത് ഉൾക്കൊള്ളുന്നതിൻ്റെ അപ്പുറത്താണ് അല്ലേ. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അനുഭവത്തിൽ എന്ന് പറയില്ല, കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് പുസ്തകം വായിച്ചിട്ടൊക്കെ ഈ ബൈബിളാണെങ്കിൽ ഇതൊക്കെ വായിക്കും, ചെറുപ്പം തൊട്ട് വായിക്കും. അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അനുഭവമില്ലാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അയാൾ കള്ളനായിരിക്കും, അല്ലെങ്കിൽ കള്ളനോ അയാളുടെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് സ്വാഭാവികമായിട്ടും വരിക. ഇപ്പോഴും ആൾക്കാർ പറയുന്നു അയാൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നെങ്കിൽ അയാളുടെ അനുഭവം ഇല്ലാത്ത അവസ്ഥയിൽ തുടർന്ന് പോകാം, അല്ലെങ്കിൽ ഈ അനുഭവമുള്ള വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അനുഭവത്തിൽ ഇരിക്കാൻ ശ്രമിക്കാം. അതെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യം കല്ലെറിയുക, അല്ലെങ്കിൽ അയാളെ കൊല്ലുക. അപ്പോൾ അങ്ങനെയുള്ള, കാരണം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എവിടെയോ കാര്യമുണ്ടെന്നും നമ്മൾ അതിലേക്ക് വരേണ്ടതുണ്ട്, ആ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു കാര്യം ഇയാളെ കൊല്ലലാണ്. ഇയാൾ പിന്നെ വർത്താനം പറയില്ലല്ലോ, അപ്പോൾ അയാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങ് വരാൻ വേണ്ടല്ലോ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ കുറേ ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ക്രിസ്തുവിനോട് ചെയ്ത ഇതേ ആൾക്കാർ തന്നെ, ക്രിസ്തുവിനെ കൊന്നതാരാണോ അവരാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് വേറെ കമൻറ്റുകൾ എഴുതുന്ന ആൾക്കാർ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കത് ബുദ്ധിയിൽ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരുന്നൊരവസ്ഥ ഉണ്ടായത്. കാരണം നമ്മൾ എങ്ങനെയായിരിക്കും ക്രിസ്തു ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൃഷ്ണൻ എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് ബുദ്ധിയിൽ എനിക്കറിയാം. ഇങ്ങനെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ ആളുകൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതിനെ ബഹുമാനിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം ഈ ക്രിസ്തു നിലവിലില്ലല്ലോ, അപ്പോൾ ക്രിസ്തുവിൻ്റെ പുറത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ചേട്ടാം. ഇപ്പോൾ ഉള്ളതിനെ ബഹുമാനിക്കാൻ തയ്യാറല്ല. ഈ ക്രിസ്തു മറ്റൊരു ഫോമിൽ ഇവിടെ ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും, പക്ഷെ അവിടെ പോവില്ല. കാരണം അവിടെ പോകുമ്പോൾ അത് ജീവനിലിരിക്കുകയാണല്ലോ. അത് ചിലപ്പോൾ പലതും പറയും, നമ്മൾ പലതും ചെയ്യേണ്ടതായിട്ട് വരും. മറ്റേ ക്രിസ്തുവിൻ്റെ കേസിനകത്ത് നമ്മളൊന്നും ചെയ്യണ്ട, കാരണം അദ്ദേഹം മരിച്ചുപോയല്ലോ.
അതായത് പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് പൊരുത്തപ്പെടാൻ സാധ്യതയുള്ളിടത്ത് ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറല്ല. ശരിക്കും യഥാർത്ഥത്തിലുള്ള കാതലായിട്ടുള്ള കാര്യം ജീവിച്ച് സ്പന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചെല്ലണില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ പല പ്രതിസന്ധികളും ചിലപ്പോൾ ആള് ചീത്ത പറയും. ആ പറഞ്ഞാലും പോയിട്ട് മനസ്സിലായ എനിക്ക് പൊരുത്തപ്പെടാൻ സാധ്യതയുള്ള ഭാഗത്ത് ഞാൻ ചെല്ലുന്നില്ല. ക്രിസ്തുവിനെ ഒരു അന്ധതയില് നമുക്ക് സങ്കല്പം കുറെ പറയാം. എന്താ വെച്ചാൽ ക്രിസ്തു ഇല്ലല്ലോ. എനിക്ക് മീൻസ് അഹങ്കാരത്തിന് പക്ഷെ അതെ എന്റെ സങ്കല്പം. ഇപ്പൊ ക്രിസ്തു ഇല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇതൊക്കെ എടുത്ത് ആള് പറഞ്ഞത് ഒക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തു സ്പന്ദിച്ചുകൊണ്ട് ഡയറക്റ്റ് പറയുന്ന സ്ഥലത്തോട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ ഈ വ്യാഖ്യാനിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കില്ല അദ്ദേഹം നമ്മളോട് പറയാൻ പോണേ. അപ്പോ വരില്ല വരില്ല എന്ന് മാത്രല്ല. അതായത് രഞ്ജിത്തിനെ പറ്റി അടുത്തൊരാൾ വരുമ്പോൾ രഞ്ജിത്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രഞ്ജിത്ത് എന്ന് ചോദിക്കും അല്ലേ. പക്ഷെ നേരത്തെ ക്രിസ്തു കൃഷ്ണൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല നേരിട്ട് വന്ന് ഇവന്റെ കഴുത്തിന് പിടിക്കില്ലല്ലോ. അതെ, നമ്മളിവിടെ നിലനിൽക്കുന്ന ഒരാള് ആയിട്ടുള്ള ബന്ധം അവിടെ എന്ത് വേണം? അനുഭവം വേണം, തുടർച്ച വേണം, സത്യസന്ധത വേണം. അപ്പൊ ക്രിസ്തുവിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ആരും ചോദ്യം ചെയ്തില്ല. കാരണം എവിടെ ക്രിസ്തു എവിടെ, ഞാൻ കാണട്ടെ നോക്കട്ടെ, കാണിച്ചു തരാൻ പറഞ്ഞാൽ കാണിച്ചു തരാൻ. അല്ല, ക്രിസ്തു ഇപ്പൊ വന്നിട്ട് അദ്ദേഹം അന്ന് ചെയ്ത കാര്യം സെയിം ആയിട്ട് ഇവിടെ ചെയ്യും. ഈ ആളുകൾ വീണ്ടും കൊല്ലും. കാരണം ഈ ആളുകൾ അത്രയും അജ്ഞാനത്തിലാണെന്ന് നമുക്ക് പറയാം. നമ്മളടക്കം എല്ലാവരും അജ്ഞാനത്തിലാണ്. സത്യത്തിന്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. നമുക്കിങ്ങനെ കുറെ സങ്കല്പങ്ങൾ. ഇന്നിപ്പോൾ ക്രിസ്മസാണ്, ആളുകൾ ആരെയും തന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കാനോ സഹായിക്കുന്ന മൈൻഡിലല്ല. സ്വന്തമായിട്ട് കുറെ ആഘോഷിക്കുക, കുറെ ഇത് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ. നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. രാത്രിയും പകലും ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? ഇല്ല, കൊന്നിട്ടില്ലല്ലോ. നമ്മുടെ അറിവിലില്ല. ഇല്ല, രാത്രിയും പകലും ഇന്നേ വരെ ആരും കൊന്നിട്ടില്ല. അപ്പം രാത്രിയും പകലും നമ്മളിൽ കൃത്യമായിട്ട് അനുഭവിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, രാത്രിയും പകലും ഇന്നേ വരെ ആരും കൊന്നിട്ടില്ല. അങ്ങനെയുള്ള രാത്രിയും പകലും നമ്മളിൽ കൃത്യമായിട്ട് അനുഭവിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കൊല്ലാൻ പറ്റുമോ? പറ്റുമോ? രാത്രിയും പകലും ഇന്നേ വരെ ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ തടസ്സപ്പെടുത്താതെ രാത്രിയും പകലിന്റെ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന അനുഭവം, ആ അനുഭവത്തെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. അനുഭവത്തെ നശിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ ഈ ശരീരത്തെ ഈ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. അതായത് രാത്രിയും പകലും ആർക്കും അതിനെ എതിർക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലോ, ഇല്ല. അങ്ങനെയുള്ള രാത്രിയും പകലും എവിടെയാണ് നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? വെള്ളത്തെ ആർക്കെങ്കിലും നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. വായുവിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നശിപ്പിക്കാൻ പറ്റാത്ത കുറേ വ്യവസ്ഥകൾ കൊണ്ടാണ് നമ്മൾ ഉണ്ടായി നിലനിൽക്കുന്നത്. അതിനെ ആശ്രയിക്കാതെ നശിക്കുന്നതിനെ ആശ്രയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ. അതെ, ഞാനിതെടുത്ത് ഇവിടെ വെച്ച് അത് ആരും എടുത്തോണ്ട് പോയി, അപ്പൊ ഞാൻ വിഷമിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചിട്ടാണ് പ്രശ്നം. മനസ്സിലായേ? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന, കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന, സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടുന്നു. യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയ്ക്ക് പകരം സങ്കല്പത്തിൽ രഞ്ജിത്ത് എന്നെ നോക്കി ചിരിക്കണം, ഞാൻ ആഗ്രഹിക്കുകയും എൻ്റെ അത് നടക്കുന്നില്ല, അത് ഞാൻ വിഷമിക്കുന്നു. അതെ, രഞ്ജിത്ത് എങ്ങനെ ഇരിക്കുന്ന അത് രഞ്ജിത്തിനല്ലേ അറിയത്തുള്ളൂ. ഞാൻ എങ്ങനെ ഇരിക്കുന്നുള്ള ഭാവം അറിയുമ്പോൾ ഞാൻ രഞ്ജിത്തിനെ കൂടി ബഹുമാനിക്കുക. രഞ്ജിത്തിനെ അറിഞ്ഞിട്ടല്ല, കാരണം ഞാൻ എങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് രഞ്ജിത്തും. പേരെന്താ? ശ്രീ ഇരിക്കുന്നത്. അല്ലാണ്ട് പറ്റത്തില്ല, അല്ലാണ്ട് നടക്കത്തില്ല. അങ്ങനെ തന്നെയാണ് ഈ കുട്ടി ഇരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പം നമ്മളായിട്ടിരിക്കുന്ന ഭാഗം രാത്രിയും പകലും എന്തെല്ലാം ചേർന്നിട്ടാണോ അതെല്ലാം ചേർന്നിട്ടല്ലേ എല്ലാവരും ഉണ്ടായത്. അപ്പം നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ ആഹാ, ഇവിടെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട്, സർവ്വകാര്യങ്ങളും എല്ലായ്പ്പോഴും. നമുക്ക് നിവർന്നിരിക്കാൻ പറ്റണ്ടേ? നിവർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിവർന്നു വരും. അതിന് വേറെ ഒന്നുമില്ല, ഒരു കഷ്ടപ്പാടില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തുകൊണ്ട് ചെയ്ത്? കാരണം നടക്കാത്തതുകൊണ്ടല്ല കഷ്ടപ്പെട്ട് ചെയ്ത്. നടക്കാത്തതുകൊണ്ടല്ല കഷ്ടപ്പെട്ട് ചെയ്ത്. ഇതങ്ങനെ ആക്കി വെള്ളം ഇങ്ങനെ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുക. വെള്ളം ഒഴുകിപ്പോട്ടെന്നേ.
പിടിച്ചു വെച്ചത് എന്തിനാണ്? രഞ്ജിത്ത് സ്വന്തം ഇഷ്ടത്താൽ രഞ്ജിത്ത് വന്നു. നമ്മൾ രഞ്ജിത്തെ പോകല്ലേ, പ്ലീസ് രഞ്ജിത്തെ പോകല്ലേ എന്ന് പറഞ്ഞു വെക്കേണ്ട കാര്യമുണ്ട. വന്ന രഞ്ജിത്തിനറിയാം എപ്പോൾ പോകണമെന്നല്ലേ. അല്പനേരം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാണ്? അല്ല, ഇച്ചിരി കൂടി ഇരിക്കണ്ടേ അല്ലേ? ഇവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനാണ് സ്ഥിരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരന്തരം നമ്മുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ പിന്നെ പ്രശ്നം എന്താ? നിരന്തരം നടക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. നിരന്തരം നടക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനാണ്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ വീഡിയോ എടുക്കാമല്ലേ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, നമുക്ക് കുഴപ്പമില്ല, അതും നമ്മുടെ ഇഷ്ടമാണ്. ഇതിൽ ഒരാൾ പറഞ്ഞു വേണ്ട, ആയിക്കോട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കേണ്ടെന്ന് ഈ കുട്ടി പറയുന്നു, ജനിയ പറയുന്നു ഭക്ഷണം കഴിക്കേണ്ടെന്ന്, ആയിക്കോട്ടെ. ആ ഒരു നേരം കഴിക്കുന്നില്ല, പിന്നെ അടുത്ത നേരം കഴിക്കാൻ വന്നപ്പോൾ അപ്പോഴും പറയില്ല കഴിക്കണ്ട, മൂന്നാമതും പറയുന്നത് കഴിക്കണ്ട, അപ്പോഴും കഴിക്കാണ്ടിരിക്കാം. ഒരു നാശവും സംഭവിക്കില്ല. സംഭവിക്കില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളതല്ലേ. കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു നാശവും സംഭവിക്കില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾ കൂടാനുള്ള കാരണം എന്താണ്? അത് മറ്റെന്തോ സാധിക്കാൻ വേണ്ടിയിട്ടാകുമ്പോഴാണ് ഈ കൂട്ടായ്മ കുടുംബം ആകാണ്ട് പോകുന്നത്. മനസ്സിലായി? മറ്റെന്തോ പ്രതീക്ഷിച്ച് എന്തോ താല്പര്യം സാധിക്കാൻ വേണ്ടിയിട്ടാകുമ്പോഴാണ് അവിടെ കുടുംബമല്ലത്, കൂടുമ്പോൾ ഇമ്പമുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്നത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിക്കണ്ട, നമുക്ക് സൗഖ്യം കിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ കഴിക്കണ്ടേ? സെബാസ്റ്റ്യൻ കഴിക്കണ്ട കേട്ടോ ഇന്ന് ഭക്ഷണം. സെബാസ്റ്റ്യൻ ഇന്ന് ഭക്ഷണം കഴിക്കണ്ടെന്ന് ജെനി പറഞ്ഞാൽ ഇന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല. പക്ഷെ അങ്ങനെ പറയാറില്ല ഇതുവരെ. തിരിച്ചു പറഞ്ഞാൽ അല്ല, ഇവിടെയാണ് നമ്മൾ പരിശോധിച്ചാൽ, സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കാണുന്നത് എന്താണ്? ഇതെല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്ന വ്യവസ്ഥ. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ കണ്ണൊന്ന് പൊട്ടി. ഈ കണ്ണ് ഈ കണ്ണല്ലേ, അല്ല ഈ കണ്ണ് പൊട്ടി. അതായത് ഞാൻ താഴത്ത് കിടക്കായിരുന്നു കട്ടിലിൽ. അപ്പം ഇപ്പം വന്നിച്ചു അവിടെ ഇരിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തല ഇങ്ങോട്ട് നീക്കി തമാശയൊക്കെ ചെയ്താണ്. ഇപ്പം ഇവൻ്റെ കൾസത്തിൽ ഒരു ബക്കിൾ എന്തുണ്ടായിരുന്നു, അതിങ്ങനെ കണ്ണി കൊണ്ട് ഇങ്ങനെ പോറി, കണ്ണിൻ്റെ അകവും പൊട്ടി, കണ്ണിൻ്റെ പുറവും പൊട്ടി. ഒരാഴ്ചയുള്ളു. അകത്തും പൊട്ടി. അതെ. അപ്പം ഓക്കെ പൊട്ടി. പക്ഷെ നമ്മളെന്താ ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യല്ലേ. പിന്നെ ഡോക്ടറെ കാണുന്ന പരിപാടി ഇല്ല, നമ്മൾ തന്നെ നമ്മളെ ശുശ്രൂഷിക്കുക. മനസ്സിലായ? അങ്ങ് പറയുന്നത് പ്രകാരമാണെങ്കിൽ നമ്മുടെ സകലമായ പ്രശ്നങ്ങളെ, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മളാണ് അതിൻ്റെ അധികാരം. നമ്മളെ കയറിയാത്തോണ്ടാണ്. ഇപ്പം എന്താണ് ഇതിൻ്റെ ശുശ്രൂഷ എന്താണ്? കാരണം ഇതിനകത്ത് എല്ലാം രക്തക്കൊള്ളുകളാണ് അല്ലേ, എല്ലാം രക്തക്കൊള്ളുകളാണ്. ഈ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തിനൊന്നും പ്രോബ്ലം ഇല്ലല്ലോ. എല്ലായിടത്തും ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടല്ലോ. പമ്പ് ചെയ്താൽ എന്താ സംഭവിക്കേണ്ടത്? അതിന് കണ്ണിന് കാരണമായിട്ടൊരു വ്യവസ്ഥ അവിടെ ഉണ്ട്, അത് പൊട്ടിയിട്ടില്ലേ. കണ്ണ് പൊട്ടിയുള്ളൂ, കണ്ണിന് കാരണമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്, അത് പൊട്ടത്തില്ല. എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഈ സൈഡിൽ നീർക്കെട്ട് വേണ്ടി ഈ ഒരു നല്ല വേദനയാണ്. ഒരു 2-3 മാസമായി. ഇപ്പോൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കിഴി പോലത്തെ പരിപാടിയാണ് നിലക്ക് ചെയ്താലേ ശരി. നല്ല വേദനയാണ്, ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ നല്ല വേദന. ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിവർന്നിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ കാലിങ്ങനെ മടക്കി നിവർന്നിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗത്തോട്ട് വലിച്ചിട്ടുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ഇപ്പം എൻ്റെ കണ്ണ് പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെ കേന്ദ്രീകരിച്ച് ഈ പൊട്ടിയ ഭാഗമല്ല നോക്കുന്നത്, മൊത്തത്തിലുള്ള പ്രവർത്തനം നോക്കി. മൊത്തത്തിലുള്ള പ്രവർത്തനം നോക്കുമ്പോൾ രക്തക്കൊഴലുകൾ അവിടെ വന്ന് എന്ത് ചെയ്യണം? അത് രണ്ടാമത് റിപ്പയർ ചെയ്യണം. നമ്മളിത് അനുവദിക്കുന്നില്ല. നമ്മൾ നോക്കുന്ന വേദന, എൻ്റെ കണ്ണുവേദന ഇത് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ റിപ്പയറിങ് തടസ്സപ്പെടുന്നത്? അല്ലെ, കണ്ണുവേദന നമ്മൾ ബാക്കിയുള്ള ഭാഗം എല്ലാം കെട്ടില്ലേ, ഹൃദയം ഇതായില്ലേ, ഇത് ഹൃദയഭാഗമായി. പ്രശ്നം ഹൃദയഭാഗം, മുറിവ് ആയി സെൻറ്റർ. ഇത് മുറിവല്ല സെൻറ്റർ, മുറിവില്ലാത്ത ഭാഗമാണ് സെൻറ്റർ.
അപ്പോൾ സാവകാശം, പൂർണ്ണത, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ശരീരത്തിൽ എല്ലായിടത്തോട്ടും രക്തോട്ടം. ഇത് അനുഭവിച്ചുകൊണ്ട് ചെയ്യണം, കൃത്യമായിട്ട് അറിയണം. അല്ല ആരോ പറഞ്ഞ് അതുകൊണ്ട് ഞാൻ കേട്ട് തന്നെത്താൻ. ഉത്തരവാദിത്വം പ്രായപൂർത്തിയായവർക്കാണ്. ഉത്തരവാദിത്വം തന്നെത്താനാണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഞാനല്ലേ കയറിയേണ്ടത്. ഇത് മറ്റൊരാൾ കയറിയണമെന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളത്തരവും വഞ്ചനയും ചതിയുള്ളവർ എക്സാക്ട്ലി ഈശ്വരനുണ്ടെന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് തുടർച്ചയായിട്ടിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നവരാണ് അവർ. നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലടാ, മനസ്സിലായി? ഈശ്വരനെ കൊണ്ട് സർവ്വതും പറ്റൂടാ, അല്ലേ? നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീയൊക്കെ വെറും അല്പപ്രാണിയാണ് ഈശ്വരൻ്റെ മുന്നിൽ എന്ന് പറയുന്നവർ എന്തിനാണ് ഇത് പറയണത്? നിങ്ങൾ അതും പറയേണ്ടത്. ഇപ്പോൾ ഈശ്വരൻ നോക്കിക്കൊള്ളുമല്ല. അത് പറയണത് എന്തിനാണ്? അതുപോലും പറയേണ്ട കാര്യമില്ലല്ലോ. ഹോസ്പിറ്റലിൽ തീരുന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണ്ട, ഹോസ്പിറ്റലിൽ ചെയ്തോളൂല്ലോ. ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണ്ട, ഈശ്വരൻ ചെയ്തോളൂ. അതെ അതെ അതെ, അങ്ങനത്തെ ഒരു ലോജിക്ക്. അതെ, ഇത് അനുഭവത്തിലെടുത്ത് നോക്ക്. അപ്പോൾ പ്രായോഗികമായിട്ട് എൻ്റെ അനുഭവത്തിന് ഉത്തരവാദിത്തം ഞാനാണ്. അതുകൊണ്ട് മറ്റുള്ളവരാരും അനുഭവത്തിലേക്ക് എടുക്കുമ്പോഴത്തേക്കും വേദന കൂടും. കൂടട്ടെ. അപ്പോഴാണ് നമ്മുടെ സത്യസന്ധത എത്രത്തോളം നമ്മൾ പ്രബലമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടെന്നുള്ള ഭാഗം. ഇത് ഒരു ദിവസം കൊണ്ടൊന്നുമില്ല, കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് പണിയെടുത്താണ് ഞാൻ ഈ ചെറുപ്പത്തിലിരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിലായിരിക്കുന്നത്, പ്രായത്തിലല്ല. അതെ, ചെറുപ്പത്തിൽ, അവിടെയാണ് ആരംഭത്തിലാണ്. ഇത് പക്കാ സിമ്പിളാണ് എല്ലാവർക്കും. കാരണം എനിക്കെന്താണ് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. അങ്ങനെ പറയുന്നത് എനിക്കുള്ള അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാല്, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഇപ്പം നമ്മളെ ഇവിടെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ഈ കേട്ടതും കണ്ടതായിട്ടുള്ള അറിവിൻ്റെ പുറത്തല്ലോ. ഈ അനുഭവത്തിലേക്ക് വരുമ്പോഴല്ലോ ഇതിൻ്റെ ഒരു വേറെ കഥ വരുന്നത്. നമുക്കതില്ലല്ലോ. നമ്മളാളുകൾ പറഞ്ഞതും വായിച്ചതും കേട്ടതും അല്ല, അതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ടല്ല, നമ്മുടെ സ്നേഹം കൊണ്ട് ഉള്ളൊരു റെസ്പെക്റ്റ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും താഴെ വീഴുമല്ലോ. അങ്ങനെ ഒരു കാര്യം. ഒരു എല്ലിയുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ സാഷ്ടാംഗം പ്രണാമിച്ചാലും ഇതേ സംഭവിക്കാനുള്ളൂ. കാരണം അതും പൂർണ്ണതയില്ല. കാരണം ആരുടെ മുന്നിലെന്നല്ല, നമ്മള് സറണ്ടർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാക്കാണ്. അവിടെയാണ് നമുക്ക് ബെനിഫിറ്റ്. ആരുടെ മുന്നിലായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സറണ്ടർ ചെയ്യണം. നമ്മൾ അവിടെ എളിമപ്പെടുമ്പോൾ നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടും. അത് ആരുടെ ആയാലും അതെ, ഏത് കൊലപാതകത്തിന്റെ മുന്നിലായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഗോവിന്ദ ചാമിയുടെയും കാല് തൊട്ട് വന്നിച്ചാൽ നമുക്ക് അനുഗ്രഹമേ കിട്ടത്തുള്ളൂ. കാരണം ഗോവിന്ദ ചാമിയുടെ മുമ്പിൽ ചെന്ന് കാല് തൊട്ട് വന്നിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടുക. കാരണം നമ്മളല്ലേ വന്നിച്ചത്. വന്നിച്ചവനാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. മനസ്സിലായി? നിന്ദിച്ചവനല്ല, വന്നിച്ചവനാണ്. വന്ദനമെൻ്റെ ഗുരുക്കന്മാർക്കും വന്ദനമെൻ്റെ വന്ദിക്കുന്നവനാണ്. മനസ്സിലായി? എളിമപ്പെടുന്നവനാണ് ആശ്വാസം, അല്ലേ? കാരണം എളിമപ്പെടുന്ന വെച്ചാൽ നമ്മുടെ കുറെ തീരുമാനങ്ങളും ബലപ്പെടുത്തങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആശ്വാസം എന്തായാലും നമുക്ക് കിട്ടും. ഇപ്പൊ ഗോവിന്ദചാമിയൊക്കെ ആണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. കാരണം അത്രയും നമുക്ക് വെറുപ്പായിരിക്കുമല്ലോ ആ വ്യക്തിനോട്. പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ആ വ്യക്തിനെ സത്യത്തില് കുറച്ച് കൂടി ഒരു ഇതില് ചിന്തിക്കുമ്പോ അതൊക്കെ സംഭവിച്ചു പോകുന്നു മാത്രമേ പറയാൻ പറ്റൂ. അത് തന്നെ. ആളുകൾക്ക് നമ്മളിപ്പോ എന്തെങ്കിലും നാളെ നമ്മളൊരു കൊലപാതക ആവുമെന്ന് ആർക്കറിയാം? നമുക്കറിയില്ല. ചിലപ്പോ നമ്മൾ ഇയാളെയും മോശപ്പെട്ട അവസ്ഥയിലായി കൂടായില്ലല്ലോ ഗോവിന്ദചാമിയെങ്കിലും. അല്ല, അങ്ങനെയല്ല. അപ്പോഴും രാത്രിയും പകലും കൃത്യമല്ലേ? ആ രാത്രിയും പകലും കൃത്യമായിട്ടുള്ള വ്യവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. മറ്റൊന്നാകാനുള്ള സാധ്യതയില്ല. ഇതെന്താണെന്നായിട്ടിരിക്കുന്നുണ്ടോ അത് തന്നെ തുടരുന്ന ഭാഗമേ ഉള്ളൂ. സംശയത്തിന് യാതൊരു സാധ്യതയില്ല. കാരണം രാത്രിയും പകലും നിജപ്പെടുത്തി കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഭാഗമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ബന്ധനം സാധ്യമല്ല, അല്ലേ? അതാണ് നമ്മുടെ ആശ്വാസം. ഇത് മാത്രം എടുത്താൽ മതി. ഇരുട്ടും വെളിച്ചവും, രാത്രിയും പകലും സ്ഥിരമായിട്ട് എക്സ്പാൻഷനും കോൺട്രാക്ഷനും വ്യക്തമായിട്ടുണ്ടല്ലേ, നിരന്തരമുണ്ട്. അതുണ്ടെങ്കിൽ അതുള്ളതുകൊണ്ടാണ് ഞാനുള്ളത്.
അപ്പോൾ ഞാൻ ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ വീണ്ടും മംഗളം നേടിരുന്നു ഞാൻ അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവിതം പിരിഞ്ഞു പോകില്ലല്ലേ, പിരിഞ്ഞു പോകില്ല. അത് എന്നും അങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ബന്ധം. ഇവിടെ എന്താണ്, ആണും പെണ്ണും ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രണയം ആരംഭിച്ചത്. അതല്ല പ്രണയം. പ്രണയം ലൈംഗികതയിലല്ല, മനസ്സിലല്ലേ? പ്രണയം പവിത്രതയിലാണ്. എന്നുവെച്ചാൽ പവിത്രതയിലാണ് പ്രണയം. പ്രണയം നിത്യമാണ്. മനസ്സിലായി? ഇവിടെ ഇപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടത് ആണും പെണ്ണും ലൈംഗികതയിലാണ്. ലൈംഗികമായിട്ടുള്ള ഭാഗത്ത് ലൈംഗികത ഉണരുമ്പോൾ എന്ത് തെറ്റും, ശ്വാസം കുറയും, അന്തരീക്ഷവും ആകാശമായിട്ടുള്ള ബന്ധം കുറയും. എന്നുവെച്ചാൽ മനുഷ്യൻ നിലനിൽക്കുന്നില്ലെങ്കിൽ ലൈംഗികത നാച്ചുറലി, നിലനിൽക്കുന്നുണ്ടെങ്കിൽ പവിത്രത നാച്ചുറലി. എല്ലാം എപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണെങ്കിലും ഈ ആസക്തികളെ ജയിച്ചു പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തിക്ക് ഒരു സങ്കല്പമുണ്ട്. ആസക്തികൾക്ക് എല്ലാ സങ്കല്പമുണ്ട്. ജീവന് സങ്കല്പമില്ല. ജീവൻ നിരന്തരം, ആസക്തികൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും തൊട്ടും മുട്ടുമ്പോഴൊക്കെയാണ് ആസക്തികളുണ്ടാകണം അല്ലേ. പക്ഷെ ജീവൻ നിത്യമായിട്ട് പ്രവർത്തിക്കുന്ന ജീവൻ്റെ മുമ്പിൽ ആസക്തികളൊക്കെ അസ്തമിക്കാതെ എന്ത് ചെയ്യാനും? അസ്തമിക്കാതെ ഒരു വഴിയില്ല സുഹൃത്തെ, അസ്തമിക്കാതെ ഒരു വഴിയില്ല. അസ്തമിക്കാതെ ഒരു വഴിയില്ല. കാരണം എന്താണ്, ഇത് നിത്യമാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ സങ്കല്പം, എൻ്റെ സങ്കല്പം പോകരുതും എന്ന് ബലം പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർന്നില്ല. അസ്തമിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിന് വരെ, കാരണം അസ്തമിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുക, കൈ തുറന്നാൽ എല്ലാം പോയില്ലേ. ഈ കൈ തുറക്കുക എന്നുള്ള ഭാവം ഒന്നും പിടിക്കാണ്ടിരുന്നാൽ മതി. ഒന്നും പിടിക്കാണ്ട് ആഹാ നിസ്വാർത്ഥം. അപ്പം ആഹാ, ഇത് നിത്യതയാണ്. ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇത്രയും കാലം എന്തൊക്കെ സംഭവിച്ചു, മനുഷ്യരുടെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ഭാഗം നമ്മൾ നോക്കി ചെന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രയും ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ നമ്മൾ നോക്കണം, ഹിറ്റ്ലർ, നെപ്പോളിയൻ, അത് ഇതൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഹിറ്റ്ലറിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടായി, അത് കുറേ ആൾക്കാരെ കൂട്ടുപിടിച്ച് കുറേ യുദ്ധം ചെയ്തു. ഒരു വ്യക്തിയിലുണ്ടായ അസ്വസ്ഥത, അല്ല അതൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടാം ലോക യുദ്ധം എടുത്താലും ഒന്നാം യുദ്ധം എടുത്താലും എല്ലാത്തിനും കാരണം എന്താണ്? ഒരു വ്യക്തിയിലുള്ള അസ്വസ്ഥത അടുത്ത ആളിലോട്ട് ചെന്ന്, അത് അടുത്ത ആളിലോട്ട് ചെന്ന് തീർന്നപ്പോഴത്തേക്കും ആരെല്ലാവരും തീർന്ന് അല്ലേ. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. അതുകൊണ്ട് എന്താണ്, ഒന്നും സംഭവിച്ചില്ല. കോടിക്കണക്കിന് മനുഷ്യരില്ലേ ഇപ്പോഴും. ജനന മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സങ്കടം, ദുഃഖം, രോഗം പലതും വരുന്നു. ചിലവർക്ക് ആശ്വാസം കിട്ടുന്നു, ചിലർ അസ്വസ്ഥരാകുന്നു, ചിലർ സമ്പന്നരാകുന്നു, ചിലർ ദരിദ്രരാകുന്നു. ഇതെല്ലാം മനുഷ്യൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്ന പ്രാരാബ്ധങ്ങൾ അല്ലേ. ഫലത്തിൽ നോക്കിയാൽ, അനുഭവത്തിൽ നോക്കിയാൽ ആഹാ, ഇതെങ്ങനെയാണ് സംഭവിക്കത്തുള്ളൂ അല്ലേ. നമ്മളൊരു കാറിൻ്റെ എൻജിൻ എടുത്തു കഴിഞ്ഞാൽ ആ കാറിൻ്റെ എൻജിൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കാരണങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കൃത്യമായ കാറിൻ്റെ എൻജിൻ പ്രവർത്തിക്കത്തുള്ളൂ അല്ലേ. അത്രയേ ഉള്ളൂ. ചില വയറൊക്കെ നമുക്ക് വിളിച്ചിടാം, അപ്പോഴും കാറ് പ്രവർത്തിക്കും, ലൈറ്റ് കത്തത്തില്ലായിരിക്കും, പക്ഷെ വണ്ടി സ്റ്റാർട്ടാകും അല്ലേ. എന്ന് പറഞ്ഞ പോലെ ചില അവയവങ്ങളൊക്കെ നമ്മൾ മുറിച്ചിടുന്നു, ചില കാര്യങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു അല്ലേ. കണ്ണു കുത്തി പൊട്ടിച്ച് കളയാം, അപ്പോഴും ജീവനുണ്ടല്ലേ. പക്ഷെ കണ്ണുകൂടി ഉണ്ടെങ്കിലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. ഇതിൻ്റെ സാധ്യത എന്തൊക്കെയാണ്? ഇതെന്താണ്, അതവിടെ അങ്ങനെ അതായിട്ട് നിലനിൽക്കണം. കണ്ണ് വേണ്ട കാര്യമുണ്ടോ? ഇല്ല. കണ്ണുകൂടി ചേർന്നാണ്. ആ കണ്ണ് തന്നെ, കണ്ണുകൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ കാണുന്നു, വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കുന്നു. എന്ത് കാര്യത്തിനാണ്? എങ്ങനെയാണ് വേണ്ടാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ഞാൻ എന്നെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ കാണത്തില്ല, കേൾക്കത്തില്ല. കിട്ടിയ ഇത്രയേ ഉള്ളൂ കാര്യം. എന്നെ ശരിയായിട്ട് തിരിച്ചറിയുമ്പോഴും അപ്പുറത്തൊരു സ്ത്രീ നടന്നുപോയി, അവൾ സുന്ദരിയാണെന്ന് വിലയിരുത്തുന്ന കാഴ്ചയില്ല. ഒരു വ്യക്തി കടന്നുപോയി, ഈ സുന്ദരിയാണെന്ന് പറയുമ്പോൾ കണ്ണിന് ദോഷമായി. ആണ് സൗന്ദര്യം കണ്ട് സൗന്ദര്യം ഉള്ളിൽ പതിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴും അവളുടെ വീട്ടിൽ പോയി. പക്ഷെ എൻ്റെ കൂടെ ഈ സൗന്ദര്യമുള്ള സ്ത്രീ കിടക്കുകയും എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നു, ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ
എൻ്റെ ഉള്ളിൽ കിടന്ന് പറക്കും അല്ലേ. എന്താ കാരണം? കണ്ണ് എനിക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എന്നെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. വാക്കാ സിമ്പിളാണ്. ഇത് തന്നെ ഇതുപോലെയുള്ള അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു കഴിഞ്ഞാൽ 10 പേര് വന്നു കഴിഞ്ഞാൽ 1000 പേരാവും. കാരണം ഗുരുവിലല്ല. ഗുരു വരുമ്പോഴല്ലേ അയാളുടെ അടുത്ത് തന്നെ പോകണ്ടേ എല്ലാവരും. അതാണ് പ്രശ്നം. പക്ഷെ അടുത്ത ആളിൽ നിന്നൊക്കെ ഒപ്പിയെടുക്കാവുന്നതാണെങ്കിൽ, അടുത്ത് നിൽക്കുന്ന ആളിൽ നിന്ന് ഒപ്പിയെടുക്കാവുന്നതാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന എല്ലാവരും ഒപ്പിയെടുക്കും. തെളിച്ചും എല്ലാവർക്കും ഉണ്ടാവും. സമാധാനമായി. ഇത് ഒരാൾക്ക് പ്രാധാന്യം, അത് ശരിയാകത്തില്ല. അങ്ങനെ ആകത്തില്ല ഒരിക്കലും. അവരത് അങ്ങനെ ആക്കി വെച്ചേക്കാം. അല്ല, അങ്ങനെ ആക്കി വെക്കുന്നവരുടെ കഷ്ടപ്പാട് എന്താണെന്ന് അറിയാവാ. ചില്ലറയല്ല അല്ലേ. ധനമുള്ളവൻ ആ ധനം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുകൂടിയേ. അറിവുള്ളവൻ അറിവിൽ കേമനാകാൻ അറിവില്ലാത്തവൻ്റെ അടുത്ത് ചെല്ലണ്ടേ. എങ്ങനെ കമ്പയർ ചെയ്യും? കാരണം അറിവുള്ളവൻ കേമനാകണ അറിവില്ലാത്തവൻ്റെ മുന്നിലാണ്. എനിക്കറിവുണ്ടെന്നാവണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേ അറിവാണെന്നേ. കേമനാകേണ്ട കാര്യമില്ല. കേമനാകുമ്പോൾ കാമത്തിന് അടിമയാവും. ഉറപ്പാണ്. കേമത്തരം ഇല്ലെങ്കിൽ കാമത്തിന് അടിമയാകില്ല. സഹകരിക്കുക എല്ലാവരുമായിട്ട്. കേമത്തരം എന്ന് പറയുമ്പോൾ വേറിട്ട് നിൽക്കുമ്പോൾ കാമം വന്നേ പറ്റത്തുള്ളൂ. കാരണം ശരീരത്തെ വേറിട്ട് നിർത്തി പിന്നെ കാമം കൊണ്ട് മാത്രമേ അതിനെ പഴയതുപോലെ ആക്കാൻ പറ്റത്തുള്ളൂ. ആ കാമം വരും. അതിൻ്റെ കാമം വെറുതെ ഇങ്ങോട്ട് നിരച്ച് കയറി വരുന്നതല്ല. വെറുതെ ഇരിക്കുമ്പോൾ കാമം കയറി വരത്തില്ല. കാമം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേമനാകണം. എവിടെയൊക്കെ കേമനായിട്ടുണ്ടോ കുറച്ച് കഴിയുമ്പോൾ പണി കിട്ടും. കേമനാകാണ്ട് ഒപ്പം ഇരുന്ന് നമ്മളെല്ലാവരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ വ്യത്യസ്തമാണെന്ന് എനിക്ക് അനുഭവത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ പണി എനിക്ക് കിട്ടി. കാരണം ഞാൻ കേമനായ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു ക്ഷീണം ഉണ്ടാകില്ല. ഇത്രയേ ഉള്ളൂ. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെ. കാരണം എനിക്ക് മാത്രമായിട്ട് കൊമ്പുണ്ടോ? ഇല്ലില്ല. പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു? നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? പിണറായി വിജയൻ എങ്ങനെ കേരളം ഭരിച്ചോട്ടെ, നമുക്ക് ഒരു പ്രശ്നവുമില്ല. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി. അയ്യപ്പൻ ഉറക്കമായിരുന്ന അയ്യപ്പനോട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അയ്യപ്പനവിടെ ഉണ്ട്. അയ്യപ്പൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആവശ്യക്കാരനാണ്. അവൻ കൊണ്ടുപോയിട്ടെ. ആരോ ആവശ്യമില്ലാത്തവൻ എൻ്റെ പുറത്ത് കൊണ്ടുവന്ന് സ്വർണ്ണം ഇട്ട് ആരോ ആവശ്യക്കാരൻ എടുത്തുകൊണ്ട് പോയി. അത്രയല്ലേ അയ്യപ്പൻ്റെ ഭാഗത്തുള്ളൂ. അത് അയ്യപ്പനോട് വേറെ വല്ല ദോഷമുണ്ടാ? സ്വർണ്ണം ഇട്ടവനും എടുത്തവനും ഒന്ന് തന്നെയല്ലേ. ഇട്ടത് ഒരാൾ, എടുത്തത് ഒരാൾ. അല്ല, അയ്യപ്പൻ ഇത് നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ അയ്യപ്പൻ ഇതിനകത്ത് ഒന്നിനകത്തും അയ്യപ്പൻ ഇടപെടത്തില്ല അല്ലേ. അതുകൊണ്ടല്ലേ ഈരേഴുലകം മതിമതിയാമെന്നയ്യപ്പ നിന്നിൽ കാരുണ്യാമൃത കീർത്തനം ചെയ്യണമെന്നെ അയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ. നേരെ നിൽക്കണമെന്നാണ് ഈ പറയണത്. അയ്യാ എന്ന് പറയുമ്പോൾ താഴത്തുനിന്ന് മൂലാധാരത്തിൽ നിന്ന് ശിരസ് വരെ ഒരേപോലെ ഇരിക്കണം. അതാണ് ഈരേഴുലകം മതിമതിയാമെന്നയ്യപ്പ നിന്നിൽ കാരുണ്യാമൃത കീർത്തനം ചെയ്യണം നയ്യപ്പ ശരണമയ്യപ്പ. ഈ അയ്യാ ഞാൻ എന്നെ തന്നെയാണ്. അയ്യാ ശരണം. അയ്യാ എന്നെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. 41 ദിവസം നോയമ്പെടുത്ത് പോകുന്നു. 41 ദിവസം നോയമ്പെടുക്കുന്നത് നല്ലതാണെങ്കിൽ എന്തുകൊണ്ടാണ് 101 ദിവസം ആക്കുന്നില്ല? 41 ദിവസം നോയമ്പ് കൊള്ളാമേ. അതെ, കല്ലും മുള്ളും കാലിക്കുമത്തെ. ചെറുപ്പത്തിൽ പിന്നെ മനസ്സിലായി വ്രതം എടുത്ത് പോവാന്ന് പറഞ്ഞാൽ സത്യത്തിൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിന്റെ കുറെ ആളുകളുടെ ഒരു ആചാരത്തിന്റെ ഭാഗമായി മാറുന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നുമല്ല. എല്ലാവരും ഓടണം. ഞാൻ ഓടിയേക്കാം, എന്തെങ്കിലും കാണും കൂടെ, ആ നിലയ്ക്ക് ഓടണം. എന്താണ് സംഭവം? അവിടെ ചെന്ന് അവിടെ കൊണ്ട് ബോധ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും എല്ലാവർക്കും. നിങ്ങൾ എടുക്കണ പണി മര്യാദയ്ക്ക് എടുക്കുന്നു പല വിധത്തിലും പുള്ളി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്ന് കാട്ടിൽ ഇപ്പോൾ ഭഗവാൻ എനിക്കത് പയ്യെ മനസ്സിലായേ. ഞാൻ ആദ്യം സ്ഥിരമായിട്ട് പോകും. പിന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ കാടിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. ഇത്രയധികം ആൾക്കാർ അവിടെ ചെല്ലാനാണെങ്കിൽ ആൾക്ക് ആ കാടിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായില്ലല്ലോ.
ടൗണിലെവിടെയെങ്കിലും ഇരുന്നാൽ ചേർന്നല്ലോ. ഈ കാട് പോയിട്ട് ആളുകൾ വെളുപ്പിച്ച് നാടാക്കി, കംപ്ലീറ്റ് ബിൽഡിങ്ങുകളും മരങ്ങളൊക്കെ വെട്ടി അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ എന്താണ് അയ്യപ്പൻ എന്തായാലും ആൾ അനുവദിച്ചു കൊടുക്കാൻ വഴിയില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത്രയധികം ഒരു ടൂറിസ്റ്റ് പോലത്തെ പരിപാടി ആക്കാനാണെങ്കിൽ ഭഗവാന് ഏതെങ്കിലും ടൗണിലോ 12 ടൗൺ അല്ലെങ്കിൽ കുറച്ചുകൂടി സൗകര്യപ്പെട്ട എറണാകുളത്ത് എവിടെയെങ്കിലൊക്കെ വരുന്നതാണല്ലോ എല്ലാവരും. ഇത് കാടിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടായില്ലല്ലോ. കാടിൻ്റെ ഉള്ളിൽ ചെന്ന ആളുകൾ ബിൽഡിങ്ങുകൾ, സകല ബിൽഡിങ്ങുകളും കെട്ടി മരങ്ങളൊക്കെ വെട്ടി അവിടെയുള്ള ജീവജാലങ്ങളൊക്കെ ഓടി രക്ഷപ്പെട്ടു. എന്തേ സംഭവിക്കണേ? ഇപ്പൊ അവര് അയ്യപ്പനെതിരായിരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്ന് നമ്മുടെ ആ ചിന്ത വന്നതോടുകൂടി ആ പോക്ക് കരുതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പോയിട്ട് അവിടെ പോയി കുറച്ച് നമ്മുടെ കൂടി തിരക്ക് കൂട്ടി ഒരു ബുദ്ധിമുട്ടിക്കലല്ലേ ജീവജാലങ്ങളെയും മനുഷ്യരെയും നമ്മുടെ പണിയും കളഞ്ഞ്. എന്നിട്ട് ആളുകൾ വീട്ടിലെ ആൾക്കാർ വരും കേട്ടാ. അല്ല അങ്ങനത്തെ ചിന്തകൾ വന്നു തുടങ്ങി. അപ്പൊ ഞാൻ നിർത്തിയ പോക്ക്. പിന്നെ അതുകൊണ്ടല്ല, നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു കാര്യം എന്നോട് പറയണം ഇന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാതെ വീണ്ടും വരാം. അതായത് മരുന്ന് ഡോക്ടറെ അടുത്ത് മരുന്ന് അസുഖത്തിന് പോയി മരുന്ന് തന്നു, മരുന്ന് കഴിക്കണില്ല കേട്ടോ, വീണ്ടും വരാം എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ഭഗവാൻ അവിടെ എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി നീ തന്നെയാണ് നിന്നെ നോക്ക് ശ്രദ്ധിക്കുന്നൊക്കെ ഉള്ള അർത്ഥത്തിലായിരിക്കുമല്ലോ വെച്ചേക്കണേ. വീണ്ടും അവിടെ ചെല്ല. ഇത് നോക്കണില്ല, ഇത് നോക്കിയിട്ടാണ് പോണെങ്കിൽ പിന്നെ കുറച്ച് ഇതുണ്ട് നിൽക്കാം. അപ്പോൾ ഇല്ല. പക്ഷെ എങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് പോവാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. അതുമില്ല. അതെ, ഹോംവർക്കിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ടൂറ് പോലെ പോവാ. ആകെ ഒരു ആഘോഷം, ജഗ കോടാലി, ആ ഏരിയ മുഴുവൻ തവിട് കൂടിയാക്കി മലകളും. അല്ല, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ആ ഒരു സൗന്ദര്യം ആർക്കും ഒരിക്കലും കെടുത്തിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ ദൃഷ്ടിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എവിടെ നോക്കണം, എന്ത് കാണണം, ഞാൻ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ, ഏത് ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ, ഞാനാകാനുള്ള കാരണമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ വേണ്ടാത്ത ഒരു കാഴ്ചയും എൻ്റെ കൂടെ വരത്തില്ല. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലത് കാണാം, അല്ലെങ്കിൽ മോശം കാണാം. അതെ, നമ്മുടെ ചോയ്സാണ്. അതെ അതെ അതെ. മോശം കാണുന്നത് എന്തുകൊണ്ടാണ്? കാരണം മോശമായിട്ടുള്ള ഒരു അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. നമ്മുടെ ഉള്ളിൽ നല്ലതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ലത്. അതെ, ഇപ്പൊ എല്ലാവരും പറയണതാണ് ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. കാരണം അവര് കാണുന്നത് ദുഷ്ടതരം കാണിക്കുന്നവരൊക്കെ ഇവിടെ രക്ഷപ്പെടണം എന്നാണ്. അവര് രക്ഷപ്പെടുന്നില്ല, അവര് പന പോലെ വളരുന്നില്ല, അവര് പെടുകയാണ്. ഇതാർക്കും മനസ്സിലാവില്ല. കാശുണ്ടാക്കിയപ്പോൾ ഇവൻ രക്ഷപ്പെടുന്നാണ്. 10 പേരെ ഭരിക്കാൻ പറ്റുമ്പോൾ രക്ഷപ്പെട്ടെന്നാ പലർക്കും തോന്നുന്നത്. മറ്റൊരാളെ ഭരിക്കുന്നത് നാശമല്ലേ? ഞാൻ മറ്റൊരാളെ ഭരിക്കുന്നു പറയാൻ എനിക്ക് കഷ്ടകാലല്ലേ? അത്രയും കൂടി നമ്മൾ എൻഗേജ്ഡ് ആയില്ലോ, പോയി. അതെ, കാരണം നിങ്ങളെ ഞാൻ ഭരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ചില നിർദ്ദേശം തന്നു. അടുത്ത പ്രാവശ്യം നിങ്ങൾ വിളിക്കുമ്പോൾ അടുത്ത നിർദ്ദേശം നിങ്ങൾക്ക് എന്ത് പറ്റിയാലും എൻ്റെ തലയിലല്ലേ ഇരിക്കണത്. അങ്ങ് ഭരിക്കാൻ പാടില്ല. കാരണം ഞാൻ കാരണമല്ല നിങ്ങളുണ്ടായത്, ഞാൻ കാരണമല്ല, ആത്മാവ് കാരണമാണ്. അപ്പോൾ ആത്മാവിനെയാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അവിടെ ആത്മീയ ബോധത്തിലാണ്. അപ്പോൾ നമ്മളായിട്ടിരുന്ന് ആത്മബോധത്തിൽ നിന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളൂ. അവിടെ നിങ്ങൾക്ക് തന്നെ ആത്മബോധം ഉണ്ടാകും. ഒരു വ്യക്തിക്ക് ആത്മബോധം ഉണ്ടാകാൻ എത്ര നേരം വേണം? 10 നിമിഷം പോയി. നിങ്ങൾക്കൊരാൾക്ക് ആത്മബോധം നോക്കും, ഇത് കൊള്ളാമല്ല, ഇതാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു എനിക്ക് എൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു കാര്യം, ഇതാകുമ്പോൾ കുറെ കാര്യങ്ങൾ സിമ്പിളാവും, ടെൻഷൻ കുറെ കുറയും. നമ്മളൊന്നിനെ കുറിച്ച് പുറക്കല്ല, നമ്മളല്ലേ ഇതൊന്നുമെങ്കിൽ ഇതൊന്നും സംവിധാനങ്ങൾ നമ്മുടെ കൺട്രോളല്ലാന്ന് ഒരു ബോധ്യം വന്നാൽ നമ്മൾ ഫ്രീ ആയല്ലോ. അപ്പൊ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കില്ല. നമ്മുടെ കൺട്രോളിലാണ് സുഹൃത്തെ. ഞാനാണിത് സൃഷ്ടിക്കുന്നത്. ഞാനായിട്ട് സൃഷ്ടിച്ചത് കൃത്യമായിട്ട് സൃഷ്ടിക്കുമ്പോൾ അത് ഞാനായിട്ട് സൃഷ്ടിച്ച അനുഭവമാണ്. ഞാൻ സൃഷ്ടിച്ചതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ സംശയമില്ല, ഞാനായിട്ട് സൃഷ്ടിച്ചതാണ്. എനിക്ക് സംശയം, അത് ഞാൻ സൃഷ്ടിച്ചതല്ല. അല്ല, ഇത് എങ്ങനെയാണ്? ഞാനായിട്ട് അനുഭവത്തെ സൃഷ്ടിക്കണം. ഞാനായിട്ട് ശ്വാസം എടുത്ത് ശ്വാസം കൊണ്ട് ഏത് അനുഭവം ഉണ്ടായി ശ്രദ്ധിച്ചു നോക്കിക്കേ. ശ്വാസം കൊണ്ട് എന്നിലുണ്ടായ അനുഭവം അതങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ സൃഷ്ടിച്ച അനുഭവമാണ്. എന്തിനെ ബേസ് ചെയ്താൽ? സർവ്വതിനെയും ബേസ് ചെയ്താണ്. എന്തെങ്കിലും നാമമാത്രം ഒന്നിനെ ആശ്രയിച്ചല്ല, സർവ്വതിനെ പൂർണ്ണതയെ ആശ്രയിച്ച് സൃഷ്ടിക്കുമ്പോൾ പൂർണ്ണമതം പൂർണ്ണമിതം. അതെ, അത് തന്നെ ബാക്കി പറഞ്ഞ പോലെ തന്നെ.
അവിടെ നിന്ന് എടുത്ത് കുടിച്ചോളാം. അല്ലെങ്കിൽ ഒരു പാത്രം ജഗ് പോലെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അതിന് പറ്റിയ ഗ്ലാസ് ഉണ്ട്. നമ്മുടെ ചെറിയ ആൾക്ക് അതെ അതെ ചെറിയ ആൾക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിനെല്ലാം കഴിച്ചു ഇപ്പൊ കുട്ടി കഴിച്ചു പോയി. അപ്പോ മഗ്ഗുണ്ട്. ഇനി കയ്യൊന്ന് കഴിയട്ടെ. ഓ കഴിയല്ലേ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ? നമ്മളെ വീട്ടിലുണ്ട് ആനകേരിയിട്ട്. അങ്ങനെ അത് കുടിച്ചോ. അത് കുടിച്ചിട്ട് ഞാൻ അതിന് കുറച്ച് കഴിക്കണം. ബുദ്ധിമുട്ടായിട്ടില്ല. ആന കയറി ആനയുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകും. നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം ആനക്ക് പറ്റി വാഴ കൃഷി ചെയ്ത് വെക്കുമ്പോ അതല്ല നമ്മള് ഇപ്പോ ഇത് നമ്മുടെ കൃഷി കൊണ്ടുപോയോ? അതെ. എന്ത് വാഴ 250 വാഴ വെച്ചിട്ട് 200 ചില്ലാനം വാഴ ആന കാപ്പി കുടിച്ച് സന്തോഷം. അല്ല ഇനിയപ്പോ ഇനി എന്താ ചെയ്യാ? വാഴ കൃഷി ചെയ്യോ? നമ്മളിപ്പോ അതിന്റെ ബാക്കി വാഴയാണ് ഇപ്പൊ ഇത് കൊലച്ച് നിൽക്കുന്നത്. അത് കൊല വെട്ടണത് വരെ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടിയെടുക്കും. ഒരു 10, 30, 40 വാഴ 30 വാഴ കഷ്ടി കാണും അല്ലേ? 30, 40 വാഴ കാണും. അത്രയും വാഴ ഉണ്ട്. ആ കൊള്ളാം, സന്തോഷം. നമുക്ക് ഒന്നിനും ഉറപ്പില്ല. ഉറപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പാ. വാഴ വെച്ചിട്ടുണ്ട്, വാഴ കൊലച്ചിട്ടുണ്ട്, കണ്ടിട്ട് അതൊക്കെ ഉറപ്പാ. ആനക്ക് തോന്നുമ്പോൾ ആന എടുത്തോണ്ട് പോകും. അപ്പോഴും നമുക്ക് സന്തോഷം. നമ്മുടെ കൂട്ടത്തിലുള്ള ആള്. എന്റെ ചോദ്യം വേറെ ഒന്നാ. ഇത് ആന കൊണ്ടുപോയി ഇനിയും കൃഷി ചെയ്യുന്നുള്ള? വാഴ വെക്കല. വാഴ വെക്കല. കാരണം വാഴ നമ്മളിവിടെ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാക്കി കഴിക്കാനുള്ള ഭാഗത്തോട്ടാണ് നമ്മൾ നോക്കുന്നത്. ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമിയൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ 10-100 ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആനയ്ക്കും കൃഷി ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് എല്ലായിടത്തും കയറി കൃഷി ചെയ്യാൻ പറ്റുകയല്ല. പ്ലാവ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചക്കനൊക്കെ കഴിച്ചു നോക്കും. അല്ല, നമുക്ക് ആപ്പിടി ഒരു 10, 20, 25 സെന്റ് സ്ഥലമാണ് കിടക്കുന്നത്. ആ സ്ഥലത്ത് കൃഷി ചെയ്താൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൃഷി ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഇതിപ്പോഴല്ലേ ചെയ്ത് ഇത്ര വർഷമായിട്ട് കൃഷി. നമ്മള് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഇവിടെ തന്നെ കഴിക്കാൻ അങ്ങനെ തീരുമാനമൊന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ സന്തോഷം കടയിൽ നിന്ന് വാങ്ങിക്കും. നമ്മളിവിടെ പാചകം ചെയ്ത് ഇപ്പോൾ പയറ്, പരിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ നമുക്ക് ഒരു ബലം പിടുത്തവും ഇല്ല, തീരുമാനങ്ങളില്ല, ഒന്നുമില്ല. ഇത് ഇങ്ങനെയാണ്, ഇപ്പം ഇങ്ങനെയാണ്, നാളെ ഇത് എങ്ങനെയാണ് മാറ്റം വന്നേക്കാം. അത് കാലത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് മാറുമല്ല. 100%. നമ്മൾ കാൽപാദത്തെ നടന്ന ആൾക്കാരല്ലേ. വളരെ സമാധാനമായിട്ടിരിക്കപ്പോ. അതെ, ഒന്നും ആലോചിക്കണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ 1 മണിക്കൂർ ആയി വീഡിയോ അല്ലേ? തൽക്കാലത്തെ കോഫിയാ. എന്തെങ്കിലും പ്രേക്ഷകരോട് എന്തെങ്കിലും? എല്ലാം നന്നായി പറ്റേ. അപ്പോൾ